പറഞ്ഞു പോയത്. മുസ്തഫ നബി തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ ഈ മസ്ജിദുൽ നബവിയുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന സ്വഹാബത്തിനോട് പറയുമ്പോ ഈ സ്വഹാബി ചിരിച്ചുകൊണ്ട് പറയാ, നിങ്ങൾ 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമോ? 4 കാര്യങ്ങളെ നിങ്ങൾ കൊണ്ടുവന്ന നാല് കാര്യങ്ങൾ കൊണ്ടുവന്നാൽ ഉമ്മ കരയുമ്പോ, ബാപ്പ കരയുമ്പോ, സഹോദരങ്ങൾ കരയുമ്പോ, കൂടപ്പുറപ്പുകൾ കരയുമ്പോ, കൂട്ടുകാര് കരയുമ്പോ, ബന്ധുമിത്രാദികൾ കരയുമ്പോ നിങ്ങൾക്ക് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാമെന്നാണ്. നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് വിട പറയാമെന്നാണ്. പടച്ചവനേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ നിന്നിട്ട് ഈ സ്വഹാബി വഅദ് പറഞ്ഞു. അവലുഹാ, ആ 4 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഏതാണെന്നറിയോ? 3 ആയത്തുകളെ പതിവാക്കലാണ്. ഉമ്മമാരെ, നമ്മളൊക്കെ കേട്ടുകൊണ്ട് കഴിഞ്ഞു പോയതായിരിക്കാം. ഒരുപാട് തവണ പള്ളിയുടെ ഇമാമ മനസ്സറിഞ്ഞിട്ട് പോകുമ്പോ അതെല്ലാവരും കേട്ടവരാണ്, പഠിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്. പക്ഷേ പള്ളിന്റെ ഉള്ളിലൂടെ അത് കൊണ്ടുവരാറില്ലല്ലോ. ഒന്നാമത്തെ ആയത്തേതാണ്? إذ هديتنا وهب لنا من لدنك رحمة. ഒന്നാമതായി നിമിതങ്ങൾ ഓതിക്കൊടുത്തവരായത്താണ്. ഇത് മുടങ്ങരുതേ. എന്തിനാണ് ഈ വരായത്ത് ഓതുന്നതെന്നറിയുമോ? അല്ലാഹു നമുക്കൊരു അല്പ ഈമാൻ തന്നതുകൊണ്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത്. ഈ വരായത്ത് എന്തിനാ ഓതുന്നത്? ആദ്യം പറഞ്ഞു മരിക്കുമ്പോ പുഞ്ചിരിച്ചിട്ട് മരിക്കാൻ പറ്റും. വാപ്പമാരെ, ഉമ്മമാരെ, മരിക്കുന്ന സമയം പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റും. എനിക്ക് ഇത് വേണ്ട, ഞാൻ മരിക്കുന്ന സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റും. അതിന് ഒന്നാമത്തെ ആയത്തേതാണ്? ഈ പറഞ്ഞ രായത്താണ്. എന്തിനാ ഈ ഒരായത്ത് ഓതുന്നത്? അള്ളാഹു നമുക്ക് തന്നുപോയ ഈമാൻ അള്ളാഹു ഊരിക്കളയാതിരിക്കാനാണ്. ഇപ്പൊ ഈ കൂട്ടത്തിന് വാങ്ങ് കേട്ടപ്പോ പല ഉപ്പമാരും പോയി നിസ്കരിച്ചിട്ട് വന്നു. നിങ്ങൾ ഇവിടെ വാഴന്റെ മജ്‌ലിസിൽ വന്നു. എന്തിനാ വന്നത്? അല്പം ഒരു ഈമാൻ ഉള്ളത് കൊണ്ടാണ്. ഈമാൻ ഇല്ലാത്ത ഒരാൾക്ക് ഇവിടെ വരാൻ പറ്റൂല. എന്നാൽ അല്ലാഹു തന്നുപോയ ആ ഒരു ഈമാനെ ഊരിക്കളയാതിരിക്കണോ? അല്ലാഹു തന്നുപോയ ആ ഒരു ഈമാനെ ഊരിക്കളയാതിരിക്കണമെങ്കിൽ എല്ലാ ദിവസവും കടന്നുറങ്ങുന്ന ഒരു സമയത്ത് ഈ ഒരായത്തൊന്ന് പതിവാക്കി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്താതെ നമ്മളെ മരിപ്പിക്കുമല്ലോ. എന്തിനേറെ മസ്ജിദുൽ നബവിയുടെ വത്തട്ടിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. ആ സമയത്ത് ഒരു മനുഷ്യനൊരു കറുത്ത കമ്പിളി പുതച്ചിട്ട് മസ്ജിദുൽ നബവിയുടെ വത്തട്ടിൽ ഇരുന്നിട്ട് ഒരു കറുത്ത കമ്പിളി പുതച്ചു കൊണ്ടിരുന്ന് കരയുകയാണ്. തൊണ്ടയിടറുന്നുണ്ട്, കണ്ണുനീര് ഒലിക്കുന്നുണ്ട്. പടച്ചറപ്പേ, ആരാണ് ഈ കരയുന്നത് എന്നറിയില്ലല്ലോ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുന്ന സമയം ഒരായത്ത് ഓതുന്നുണ്ട്. റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. ഈ വരായത്ത് ഓതുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എങ്ങനെ ചിന്തിക്കുകയാണ്? ഇതാരായിരിക്കും? ആരാണ് കരയുന്നത്? ആരാണ് ഈ വരായത്ത് ഓതുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുമ്പോ ദുആ ചെയ്തിട്ട് ഒരാൾ എഴുന്നേറ്റ് വരുന്നുണ്ട്. ആരാണ് വരുന്നത്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ ചോദിച്ചു, അല്ല സിദ്ദീഖേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ആ കരച്ചിലിന്റെ
കൂട്ടത്തിൽ ഈ വരായത്തോടെ നിങ്ങൾ ഓതുന്നുണ്ടല്ലോ, ഈ എന്ത് പറ്റിയെന്ന് പറയോ? പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മൾ നിസ്കരിച്ചു പോയത്, നമ്മുടെ നോമ്പ് നോറ്റത്, നമ്മൾ സദഖ ചെയ്തത്, നമ്മൾ സകാത്ത് കൊടുത്തത്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയത്, അല്പം ഒരു ഈമാനിന്റെ മാധുര്യം ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളറയില് ഉള്ളത് കൊണ്ടല്ലേ. ആ തന്നു പോയ ഊരിക്കളയാതിരിക്കാനാ ഈ വരായത്തോതിയത്. ആയത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഞങ്ങളെ പടച്ചു പരിപാലിക്കുന്ന തമ്പുരാനെ, ഞങ്ങളുടെ കൽവിന്റെ ഉള്ളില് ഈമാനിന്റെ മാധുര്യം നീ തന്നു പോയിട്ട് അതിനെ ഊരി കളയല്ല റബ്ബേ, അതിനെ നഷ്ടപ്പെടുത്തി കളയല്ല റബ്ബേ, അതിനെ ഇല്ലാതെയാക്കല്ല റബ്ബേ. ഉപ്പമാരെ ഉമ്മമാരെ, ഈ വരായത്ത് പതിവാക്കുന്നവരാരാ? എപ്പോഴാണ് ഓതാനുള്ളത്? നമ്മൾ ഉറങ്ങുന്ന പായിലോ കട്ടിലോ നമ്മൾ വന്നിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ദിക്റുകൾ മുഴുവനും ചൊല്ലുന്നതിന്റെ കൂടെ ഈ ഒരൊറ്റ ആയത്ത് ഓതിയ, ഈ ആയത്ത് ഓതുന്നവനിക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം അറിയോ? വഫിൽ ഖബരി മൂനിസാ വഅല സിറാതി ദലീലാ വഫിൽ ഹശരി റഹീമാ. ഈ വരായത്ത് ഓതുന്നവർക്ക് അല്ലാഹു തരുന്ന ഗുണം, വഫിൽ ഖബരി മൂനിസാ, നേരം പോക്കാക്കുന്ന മലക്കുകളെ അല്ലാഹു ഖബറിൽ തരും. ഇതിനേക്കാൾ വലിയ ഓഫറിന് എന്താ വേണ്ടത്? നേരം പോക്കാക്കുന്ന മലക്കുകളെ അല്ലാഹു തരും. മഞ്ഞാല വാപ്പാരെ ഏതായാലും പോയിട്ട് ഇന്ന് പോവൂല, നാളെ പോവൂല പറഞ്ഞാൽ പറ്റൂല, നമ്മൾ പോയേ പറ്റൂ. ഒരു ദിവസം നമ്മൾ പോകും. ആ ചെന്ന് കിടക്കുമ്പോ ഇന്ന് നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഈ ഒരൊറ്റ ആയത്തെ പതിവാക്ക്, വഫിൽ ഖബരി മൂനിസാ, നേരം പോക്കാക്കുന്ന മലക്കുകളെ അല്ലാഹു തരും. ഒറ്റയ്ക്കല്ല, ആരുടെ മണ്ണിലൊറ്റക്കാണ്. പക്ഷേ ഈ ആയത്ത് പതിവാക്കുന്നവർക്ക് അല്ലാഹു മലക്കുകളെ തരും. എങ്ങനെയുള്ള മലക്ക്? മൂനിസ, നിങ്ങളെ ചിരിപ്പിക്കാനും നിങ്ങളോട് വർത്തമാനം പറയാനും ഖിയാമത്ത് നാൾ വരെ അല്ലാഹു സന്തോഷം തരാൻ. വഫിൽ ഹശരി റഹീമാ, മഹ്ശറയിൽ അല്ലാഹു റഹ്മത്ത് തരാൻ. ഇതിനേക്കാൾ അവസരം സന്തോഷം ഇനി ഏതാ നമുക്ക് കിട്ടാനുള്ളത്? അതുകൊണ്ടാണ് ഇവിടെ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഈ വരായത്ത് സുദ്ദീഖുൽ അക്ബർ തങ്ങൾ പോലും മോദി പോയിട്ട് പറയാ, നിങ്ങൾ മറക്കല്ലേ സ്വഹാബ. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് മൂന്നാമത് പഠിപ്പിച്ചു കൊടുത്തത്. രണ്ടാമത്തെ ആയത്ത് ഏതാണെന്നറിയോ? റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, ഒരുപാട് കുറ്റങ്ങൾ ചെയ്തവരാണ്. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവുകൊണ്ട്, കാലുകൊണ്ട്, കൈകൊണ്ട്, കൽബുകൊണ്ട് ആയിരക്കണക്കാന പാപങ്ങൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. അല്ലാഹുവിനോട് പറയാണ് കിടക്കുന്ന സമയം, റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, പല തെറ്റും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കിടക്കാൻ നേരം പറയാം. എന്തിനെന്നറിയോ? ഈ ഉറക്കത്തിൽ നമ്മൾ ഉണരുമെന്നറിയില്ല. ഈ ഉറക്കത്തിന് നമ്മൾ ഉണരുമെന്നറിയില്ലല്ലോ. എത്രയോ കരഞ്ഞ് കലങ്ങുന്ന കണ്ണുകളോട് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരൊറ്റ ആയത്ത് മതിയല്ലോ 1000 വട്ടം തൗബ ചെയ്തതിന്റെ ഫലമാ. നിങ്ങളുടെ കണ്ണുകൊണ്ട്, നിങ്ങളുടെ കാതുകൊണ്ട്, നിങ്ങളുടെ കൈ കൊണ്ട്, കാലുകൊണ്ട്
കൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി. അതുകൊണ്ട് അല്ലാഹ് വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടില്ലെങ്കിൽ, നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, പടച്ചവനേ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചവനേ, നിന്റെ കത്തിയാവുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തിലേക്ക് നമ്മൾ പെട്ടുപോകും എന്നുള്ള ഖുർആനിന്റെ ഈ ഒരായത്ത് അത് തൗബയാണ് എന്റെ സഹോദരാ. കിടന്നുറങ്ങുന്ന സമയത്ത് ഈ ഒരായത്ത് കൂടെ നിങ്ങൾ പതിവാക്കണമെന്ന് ലോകത്തിന്റെ രാജകുമാരരെ, സർവ്വരെ, ആലം സർക്കാരെ, മുദസ്സോ താജ്ദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് കുറച്ചാൽ പിന്നെ നമുക്ക് എന്താണ് ഒന്നുമില്ല, പിന്നെ നമുക്ക് ഒന്നും കിട്ടായില്ല. ആകപ്പാടുള്ള സ്വലാത്താണ്. എങ്ങനെ സ്വലാത്ത് ചെല്ലാതിരിക്കുക? ദൂതരയുള്ള കാലത്തോ ഞാനില്ല, ദൂരമിതേറെങ്കിലും കനവിൽ ഞാൻ കണ്ടില്ല. കാണുവാനായി മാത്രം നന്മകളും ചെയ്തില്ല. പാപികളാണേലും കാരുണ്യം തടയല്ല. പാഹാനബിയേ, കനവിലു വരുമോ നിധിയേ, മഹാനബിയേ, കനവിലു വരുമോ നിധിയേ. ആശ്രമനസ്സുള്ളിൽ ഏറുന്നു യാസീൻ നബിയേ. എല്ലാവരും അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് പോകും. സ്വർഗത്തിൽ പോകുന്ന ആളിന് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരൂല. തിരിച്ചു വരുന്ന ഒരേ ഒരു വ്യക്തിത്വമേ ഉള്ളൂ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. തിരിച്ചു വരുന്ന ഒരൊറ്റ വ്യക്തിത്വമേ ഉള്ളൂ, മദീനയുടെ മണിമുത്ത്. അതെന്തിനാ വരുന്നത്? അവസാനത്തെ ആളും അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിൽപ്പെട്ട അവസാനത്തെ ആളിനെയും സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി. അത്ര സ്നേഹമാണ് നമ്മളോട്. പിന്നെ നമ്മളെങ്ങനെ സ്വലാത്തില്ലാതിരിക്കാം എന്ന് പറയും നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മുത്ത് നബിയുടെ വാക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു പോവുകയാണ്. രണ്ടാമത്തെ ആയത്തൊരു തൗബയാണ്. അത് ഓതിയിട്ടാണ് നമ്മൾ കിടക്കാറുള്ളത്. പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന മൂന്നാമത്തെ ആയത്ത്, ഒന്നാമത്തെ കാര്യത്തിൽ മൂന്നാമത്തെ ആയത്ത്, ഇത് ഞാൻ പറയുമ്പോ നിങ്ങളുടെ നാവിലൂടെ വളർന്നുണ്ടല്ലോ. ഇവിടെ ഇരിക്കുന്ന പല ഉപ്പമാരും ഈ ആയത്തിൽ ഞാൻ ഓതുമ്പോ കൂടെ ഓതുന്നത് ഞാൻ കണ്ടല്ലോ. എല്ലാവർക്കും സുപരിചിതമായ ആയത്താണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. മൂന്നാമതായത്ത് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഓതാനുള്ള ഒരായത്തായത്. ഇത് ആ ഒരു സമയത്ത് മാത്രം പോരാ, ഓരോ വഖ്തു നിസ്കാരം കഴിയുമ്പോഴും ഓതാനുള്ളതാണ്. നോമ്പ് കഴിയുമ്പോൾ ഓതാനുള്ളതാണ്. നോമ്പ് മുറിക്കുമ്പോൾ ഓതാനുള്ളതാണ്. അല്ലാഹുവേ, മജ്ലിസ് കഴിഞ്ഞിട്ട് ഇവിടെ ദുആ കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോകുന്നൊരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് ഓതാനുള്ള ആയത്തായത്. പാവങ്ങൾ കടന്നു വരുമ്പോ, പാവപ്പെട്ടവർ വരുമ്പോ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്വതക്ക ചെയ്യുമല്ലോ, ആ ഒരു സമയത്ത് ഓതാനുള്ള ആയത്തായത്. നിസ്കരിച്ച് കഴിയുമ്പോൾ ഓതുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ. ഇതെന്നിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. എന്റെ നിസ്കാരത്തെ സ്വീകരിക്കണേ അല്ലാഹ്. എന്റെ നോമ്പിനെ സ്വീകരിക്കണേ അല്ലാഹ്. എന്റെ സദഖയെ സ്വീകരിക്കണേ അല്ലാഹ്. എന്റെ സകാത്തിനെ സ്വീകരിക്കണേ അല്ലാഹ്. ഞാൻ ദുആ ചെയ്തത് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇശാ നിസ്കാരം കഴിഞ്ഞ് ദുആ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ദുആ ചെയ്യണം. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ. പതിവാക്കുന്നവരാണ്. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അറിയോ?
അല്ലാഹു അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു ആ ഒരു സൗഭാഗ്യം നമുക്ക് തരട്ടെ. ആമീൻ പറഞ്ഞേ. അല്ലാഹു ആ ഒരു സൗഭാഗ്യം നമുക്ക് തരട്ടെ. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്. രണ്ടാമത്തെ കാര്യം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്നത്, രണ്ടാമത്തെ കാര്യം പറഞ്ഞു കൊടുക്കുന്നത് ഏതെന്നറിയോ? അത് മറ്റൊന്നുമല്ല, ഉമ്മയോടുള്ള സ്നേഹമാണ്. ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, എന്റെ ഉമ്മമാരോട് പറയട്ടെ, രണ്ടാമതായിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുന്നത്, അത് പ്രിയപ്പെട്ട വാപ്പാനെ ഇഷ്ടപ്പെടല, ഉപ്പയെ സ്നേഹിക്കല, ഉപ്പയോട് ബഹുമാനം കൊടുക്കലാണ്. എന്തിനാണ് സഹോദരങ്ങളെ ഉമ്മയെ പറ്റി എന്തേ പറയാത്തത്? ഉടൻ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ ചോദിച്ചു, പോലെ മുത്ത് നബിയുടെ മുമ്പിൽ പോയപ്പോ റസൂലുള്ളാഹി തങ്ങൾ ഉമ്മയെ പറ്റിയല്ലേ ആദ്യം പറഞ്ഞത്? ആ സമയം പറഞ്ഞു, ഉമ്മയെ പറ്റിയാണ് പറഞ്ഞതെങ്കിലും നിങ്ങൾ കൂടുതൽ പറഞ്ഞത് വാപ്പയെ പറ്റിയാ. എന്തുകൊണ്ടാണ് വാപ്പയെ പറ്റി എങ്ങനെ പറഞ്ഞെന്നറിയോ? അവസാന ഒരു കാലഘട്ടം വരുമല്ലോ, ആ കാലഘട്ടത്തില് അവരുടെ വാപ്പയെ അവർ ബഹുമാനിക്കാറില്ല, വാപ്പാനെ സ്നേഹിക്കാറില്ല, വാപ്പാനെ ഇഷ്ടം വെക്കാറില്ല, വാപ്പയോട് മക്കൾ മിണ്ടാറില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം കടന്നു വരുമെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ സ്വഹാബത്ത് പറഞ്ഞു, അങ്ങനല്ലല്ലോ നബിയേ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങളെ പറ്റിയല്ല, ഇന്നഹു ഒരു കാലഘട്ടം വരാനിരിക്കുന്നുണ്ട്. 2020, 2022, 2023, 2024, 2025 കാലഘട്ടം കടന്നു വരാനിരിക്കുകയാണ്. ആ കാലഘട്ടത്തിലുള്ളവരെ പറ്റിയിട്ടാണ് നബിതങ്ങൾ പറഞ്ഞത്. അങ്ങനല്ലേ വാപ്പമാരെ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, +1 പഠിക്കുന്ന, ബികോമിന് പഠിക്കുന്ന, ബിടെക്കിന് പഠിക്കുന്ന, MBBS പഠിക്കുന്ന എത്ര ആൺമക്കളാ നിങ്ങളോട് മിണ്ടുന്നത്? എത്ര ആൺമക്കളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്? എത്ര ആൺമക്കളാണ് വാപ്പാന്ന് വിളിച്ചിട്ട് അരികത്ത് വരുന്നത്? അവരോട് മിണ്ടാത്ത ഒരു കാലഘട്ടം വരുമെന്നാണല്ലോ. മക്കൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ ഓടി നടന്ന വാപ്പ, ശരീരം ചുക്കുച്ചുളഞ്ഞ വാപ്പ, താടി നരച്ചു പോയ വാപ്പ, കണ്ണു കുടുങ്ങി പോയ വാപ്പ, ആരോഗ്യം മുഴുവനും നഷ്ടപ്പെട്ടു പോയ വാപ്പ. ആ പ്രിയപ്പെട്ട ഉപ്പമാര് വീടിന്റെ വട്ടത്തിൽ ഇരിക്കുമ്പോ ഏത് ആൺമക്കളാണ് ഉപ്പ എന്ന് പറഞ്ഞ് വാപ്പയുടെ മുമ്പിൽ വരുന്നത്, വാപ്പയോട് സംസാരിക്കുന്നത്, വാപ്പയോട് കാര്യങ്ങൾ പറയുന്നത്? അതേ സമയത്ത് ഉമ്മയോട് മിണ്ടിയിരുന്നല്ലോ, ഉമ്മയോട് സംസാരിച്ചിരുന്നല്ലോ, ഉമ്മയോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ആരെങ്കിലും അതിനെ പറ്റിയിട്ട് ചിന്തിക്കാറുണ്ടോ? ആരെങ്കിലും അതിനെപ്പറ്റി ചിന്തിക്കാറുണ്ടോ? ഒരുപക്ഷെ നമുക്കറിയാം, പല ഉപ്പമാരോടും ആൺമക്കളും മിണ്ടാറില്ല. ഇതൊരു കുറ്റമായിട്ട് കാണരുത്. ഇവര് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ കർണാടകയിൽ അങ്ങേ അറ്റത്തൊരു ഭാഗത്ത് വാഴം കഴിഞ്ഞിട്ട് മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ വരുമ്പോഴേ ഒരു പാവപ്പെട്ട ഉപ്പ ഇരിക്കുന്നുണ്ട്, നല്ലൊരു മനുഷ്യൻ. അപ്പൊ എന്റെ കൂടെ വന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഞാൻ അവനോട് പറഞ്ഞു, ആ ഉപ്പ നമ്മളെ നോക്കുന്നുണ്ട്, പോലെ ചായ വേണമെന്ന് ചോദിക്കും. ചോദിച്ചോ പറഞ്ഞു, തന്നാൽ കിട്ടിയാൽ ഞാൻ കുടിക്കുമോനെ. അങ്ങനെ ചായ മേടിച്ചു കൊടുത്തു. അപ്പൊ സാധാരണ വരുന്ന സമയത്തിനേക്കാളും 3.5 മണിക്കൂർ വണ്ടി ലേറ്റാണ്, ട്രെയിൻ ലേറ്റാണ്. അങ്ങനെ അവിടെ ഇരുന്നു ആ ഉപ്പാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയ നേരം അങ്ങനെ പോയി. ആ സമയത്ത് ഞാൻ ചോദിച്ചു, എന്തെങ്കിലും വീട്ടിൽ പോകാത്ത? മോനെ വീട്ടിൽ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ചോദിച്ചു, മക്കളൊന്നുമില്ലേ? മക്കളുണ്ട്. എത്ര മക്കളുണ്ട്? 6 മക്കളുണ്ട്. 6 മക്കളുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേ പിന്നെ അവിടെ പോയാൽ പോലെ ഇവിടെ ഇങ്ങനെ ഇരിക്കണോ? ആ വാപ്പ എന്നോട് പറഞ്ഞൊരു മറുപടിയുണ്ട്, എന്റെ മക്കൾ നല്ല മക്കളാണ്, എന്റെ മക്കൾ നല്ല മക്കളാണ്. പക്ഷേ അവരുടെ വീട്ടിലേക്ക് ചെന്നാല് അവരെന്നോട് മിണ്ടൂല, അവർക്ക് എന്നോട് കണക്കില്ല, അവർക്ക് എന്നോട് വഴക്കില്ല, ഒന്നുമില്ല ഉസ്താദേ. പക്ഷേ എന്റെ ആൺമക്കൾ എന്നോട് തീരെ മിണ്ടാറില്ല. പിന്നെ എങ്ങനെ ഞാൻ അവരെ വീട്ടിൽ പോവാം? ഭക്ഷണമൊക്കെ ആവശ്യം പോലുണ്ട്,
എന്ത് ചോദിച്ചാലും അവർ എനിക്ക് തരും, എത്ര രൂപ വേണമെന്ന് പറഞ്ഞാലും എനിക്ക് തരും. പക്ഷേ എന്റെ മക്കൾ എന്നോട് മിണ്ടാറില്ല. ആ രംഗൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അതുകൊണ്ടാണ് ഇവിടെ നിബിധങ്ങൾ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഒരു വീട് ജയിലാ. അത് ഏത് വീടെന്നറിയുമോ? വീടിന്റെ അകത്തട്ടില് പ്രിയപ്പെട്ട വാപ്പയുണ്ടാ, വാപ്പയോട് ആൺമക്കളുണ്ടാതെ ഇരിക്കുമോ? അങ്ങനത്തെ ഒരു വീട് വന്നാല് റസൂല് പറയുന്നു, ആ വീട് ജയിലെന്ന് മാത്രമല്ല, അഹമ്മല്ല തങ്കത്തിയോ അബദാ, മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യമുണ്ടല്ലോ, മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം അല്ലാഹു ആ വീട്ടിൽ കൊടുക്കുമെന്നാണ് അബൂ ഉബൈദത്തുൽ മിസ്തരി റഹിമഹുല്ലാഹ് വീടിന്റെ അകത്തട്ടിൽ ഇരിക്കുകയാണ്. നല്ല ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ വരികയാണ്. അതുകൊണ്ട് പറഞ്ഞു, തങ്ങളെ എന്റെ സമ്പത്ത് മുഴുവനും കുറഞ്ഞു പോവുകയാണ്. ഇന്ന് ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളവരാണ് ഞാനായിരുന്നല്ലോ. എന്റെ കച്ചവടം പൊളിഞ്ഞു പോവുകയാണല്ലോ, എന്റെ ബിസിനസ് പൊളിഞ്ഞു പോവുകയാണല്ലോ. എന്ത് പറ്റിയെന്നറിയില്ല. എല്ലാവരും എന്റെ നികത്ത് വന്നിട്ട് സാധന സാമഗ്രികൾ മേടിച്ചുകൊണ്ട് പോയിരുന്നവരാണ്. ഇന്ന് അവരാരും എന്റെ അരികത്ത് വരുന്നില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് മഹാനുഭാവൻ ചോദിക്കുകയാ, നിന്റെ വീടിന്റെ അകത്ത് നിന്റെ ബാപ്പയുണ്ടോ? അതേ തങ്ങളെ, ബാപ്പയുണ്ട്. നിന്റെ ബാപ്പയോട് മിണ്ടാറുണ്ടോ? ബാപ്പയോട് മിണ്ടാറില്ല, ബാപ്പയോട് സംസാരിക്കാറില്ല. ബാപ്പ എന്റെ വീടിന്റെ അകത്തട്ടിൽ ഇരുന്നിട്ട് ഞാൻ കയറി പോകുമ്പോ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരുപാട് നേരം ബാപ്പ ഇരിക്കാറുണ്ട്. അവിടെ നിന്ന് തൊണ്ടാനക്കാറുണ്ട്. എന്നിട്ട് പോലും എന്റെ ബാപ്പാന്റെ മുഖത്തൊന്ന് നോക്കിയിട്ട് പോകുന്നതല്ലാതെ എന്റെ ഉപ്പയോട് വേറെ ഒന്നും ഞാൻ പറയാറില്ല. അവിടെ തന്നെ മഹാനുഭാവൻ പറഞ്ഞു കൊടുത്ത മറുപടി അറിയോ? എന്തുകൊണ്ട് നിനക്ക് അല്ലാഹു ദാരിദ്ര്യം തന്നെയെന്നറിയോ? എന്തുകൊണ്ട് അല്ലാഹു നിനക്ക് സങ്കടം തന്നതെന്നറിയോ? എന്തുകൊണ്ട് മറ്റുള്ളവർ നിന്റെ കച്ചവടത്തിലേക്ക് വരാത്തയെന്നറിയോ? നിന്റെ വീടിന്റെ അകത്തട്ടിലുള്ള നിന്റെ ഉപ്പയോട് നീ സംസാരിക്കാത്തത് കൊണ്ടാണ്. നിന്റെ ഉപ്പയോട് സംസാരിക്കാത്തത് കൊണ്ടാണ്. ചോദിച്ചു, മോനെ, എന്തുകൊണ്ടാണ് നിന്റെ ഉപ്പയോട് നീ സംസാരിക്കാത്തത്? എന്റെ ഉമ്മയാണ്, എന്റെ ഉമ്മയാണ് നിന്റെ കാരണം. എന്റെ പെണ്ണന്മാര് പഠിക്കണേ, എന്റെ ഉമ്മയാണ് അതിന്റെ കാരണം. ചോദിച്ചു, ഉമ്മ കാരണമോ? അതെ, എന്റെ ഉമ്മയാണ് കാരണം. വീടിന്റെ അകത്തട്ടില് പാപ്പ ഇരിക്കുമ്പോ എന്റെ ഉപ്പാന്റെ കൂടെ എനിക്ക് ഭക്ഷണം തരാറില്ലായിരുന്നു. ഉപ്പയോട് മിണ്ടണമെന്ന് പറയാറില്ലായിരുന്നു. ഏത് കാര്യമാണെങ്കിലും ഉമ്മയാണ് സാധിപ്പിച്ചു തരാറുള്ളത്. ഉമ്മ ഉപ്പയോട് പറയാറുണ്ട്, ഉപ്പ അത് സാധിപ്പിക്കാറുണ്ട്. പക്ഷേ പാപ്പയുമായിട്ടുള്ള ബന്ധം ഉമ്മ പാടെ നഷ്ടപ്പെടുത്തി കളഞ്ഞിരുന്നു. എന്റെ ഉമ്മയാണ് ഇതിന്റെ കുറ്റക്കാര്. ഇവിടെ ഇരിക്കുന്ന എന്റെ പൊന്നാര ഉമ്മമാരോട് പറയട്ടെ, എന്റെ സഹോദരിമാരെ, നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. ഉമ്മ ബാപ്പയോടൊന്ന് പറയോ ഉമ്മ. എന്നാൽ യഥാർത്ഥ ഒരു ഉമ്മ ചെയ്യുന്ന പണി എന്തെന്നറിയോ? നിനക്കല്ലേ ആവശ്യമുള്ളത്? മോനെ, നിന്റെ ബാപ്പയല്ലേടാത് നിന്റെ കൈ പിടിച്ചുകൊണ്ട് നടന്ന, നിന്റെ കവിളത്തമൊക്കം തന്ന നിന്റെ ഉപ്പയോട് ചോദിച്ചോ എന്ന് പറഞ്ഞു ഉമ്മമാരെ ബാപ്പയോട് ചോദിക്കാൻ പറയുമോ? ബാപ്പയോട് മിണ്ടാതിരിക്കുന്ന മക്കളോട്, മോനെ ബാപ്പയോട് എന്താണ് മിണ്ടാത്തത്? എന്തിനേറെ ഉമ്മ, നിങ്ങളുടെ മക്കൾ നിങ്ങളെ ഫോണിലൂടെ എത്രയോ വിളിച്ചിട്ടുണ്ട്, പ്രവാസ ലോകത്തൊന്ന് വിളിച്ചിട്ടുണ്ട്. അതേ സമയത്ത് താടി നരച്ച, ശരീരം ചുരുങ്ങി പോയ ഈ മക്കൾക്കും ഭാര്യക്കും വേണ്ടിയിട്ട് അവരുടെ ചോര നീരാക്കി പാടുപെട്ടു പോയ ഈ പ്രിയപ്പെട്ട ബാപ്പ അവിടെ ഇരിപ്പുണ്ടല്ലോ. ഏതുമ്മയാ പറയുന്നത്? മോനെ, ബാപ്പയുണ്ടടാ, ബാപ്പയോടൊന്ന് സംസാരിക്ക എന്ന് പറയുന്ന ഉമ്മമാര് കുറവല്ലേ പെങ്ങളെ? ആ പ്രിയപ്പെട്ട മക്കളോട് ബാപ്പയുമായിട്ടുള്ളൊരു ബന്ധമുണ്ടാക്കിയെടുക്കേണ്ടുന്ന ഒരു ചുമതല ഉമ്മയുടേതാ. അതുകൊണ്ട് ഉമ്മ, നിങ്ങൾ അതിനു വേണ്ടി മക്കളോട് പറയണേ. എന്തും നിങ്ങൾ തന്നെ സാധിപ്പിച്ചു കൊടുക്കണമെന്നല്ല. ബാപ്പയോട് നിങ്ങൾ ചോദിപ്പിക്കണം, ആ ബാപ്പയോട് നിങ്ങൾ സംസാരിപ്പിക്കണം. ആ ബാപ്പയോട് മക്കൾ ഒരുമിച്ചിരുന്നുകൊണ്ട്
ഇബാദത്ത് ചെയ്യിപ്പിക്കണം. അങ്ങനെ ഒരു വഴിയിലൂടെ ഉമ്മമാര് കടന്നു വരണം. എങ്കിലാണ് ഈ പ്രിയപ്പെട്ട മക്കൾ നന്നാവുള്ളൂ. ഉടൻ തന്നെ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ പാപ്പയോട് മിണ്ടാത്തത് കൊണ്ടാ. പാപ്പയെ വഴക്കു പറഞ്ഞിട്ടില്ല, പാപ്പയെ കുറ്റപ്പെടുത്തിയിട്ടില്ല, പാപ്പയെ ആക്ഷേപിച്ചിട്ടില്ല. പറഞ്ഞു കൊടുത്ത ഒരേ ഒരു മറുപടി, നിന്റെ പാപ്പയോട് മിണ്ടാത്തത് കൊണ്ടാണ്. അവരുടെ വീട്ടിലേക്ക് ഒന്ന് കടന്നു വന്നു, ഇന്നലെ വരെ എന്റെ ഉപ്പയോട് മിണ്ടുകയില്ല, എന്റെ ഉപ്പയോട് സംസാരിച്ചിട്ടില്ല, എന്റെ ഉപ്പയോട് വർത്തമാനം പറഞ്ഞിട്ടില്ല. ഈ സമയം എന്റെ ഉപ്പ എനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ എന്ന് പറഞ്ഞ് വീടിന്റെ മുൻവശത്തിരുന്ന പിതാവിന്റെ കൈപിടിച്ച് മുത്തം കൊടുത്തിട്ട് പൊന്നുമകൻ ബാപ്പയും ഒത്തിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ 6 ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഓടി വരുന്നുണ്ട്, ഉപ്പാ വലക്കൽ ഹംദു യാ അല്ലാഹ് വലക്കൽ ശുക്രു യാ അല്ലാഹ്. ഇന്ന് എനിക്ക് ഒരുപാട് കച്ചവടം നടന്നു ഉപ്പാ, എനിക്ക് സന്തോഷമായി ഉപ്പാ, എന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റം വന്നതുപോലെ ഉണ്ടുപ്പാ എന്ന് പറയുമ്പോ ബാപ്പ മകനോട് പറയാ, മോനെ എനിക്ക് നിന്റെ കൂടെ ഒന്ന് പുറത്തു വരണമല്ലോ. എന്റെ ചെറുപ്പക്കാര് പഠിക്കാൻ പറയാണ്. നമ്മൾ മിണ്ടാത്തത് കൊണ്ടാണ് നമ്മുടെ പലരുടെയും ബാപ്പമാര് നമ്മളോട് ഒന്നും പറയാത്തത്. അവരുടെ ഖൽബിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അവർ പറയാത്തത്. നിങ്ങളൊന്ന് മിണ്ടി നോക്ക്. നിങ്ങളുടെ ബാപ്പ പറയും, മോനെ ഞാനും കൂടെ വരുന്നടാ, നിന്റെ കടയിൽ വരുന്നടാ, നിന്നോടൊപ്പം ഒന്ന് സംസാരിക്കുന്നടാ എന്ന് പ്രിയപ്പെട്ട ബാപ്പമാരവിടെ ഒന്ന് വിളിച്ചു പറയുമല്ലോ. അതുകൊണ്ടാണ് മദീനയുടെ മുത്തിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയോട് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത്, സ്വഹാബാ വീടിന്റെ അകത്തട്ടിലുള്ള നിങ്ങളുടെ പൊന്നാര ഉപ്പയോട് നിങ്ങൾ സംസാരിച്ചിട്ട് ആ ഉപ്പയോട് വർത്തമാനം പറഞ്ഞിട്ട് ആ ഉപ്പാനെ പുഞ്ചിരിപ്പിക്കുന്ന മക്കളായിട്ടില്ലെങ്കിൽ ആ ഉപ്പയോട് ചിലർ പറയും, എങ്ങനെ ഉസ്താദെ കച്ചവടം നടത്തിയിട്ട് ഒരു കാര്യമില്ല, എങ്ങനെയൊക്കെ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. അള്ളാഹു സന്തോഷം തരണോ, അള്ളാഹു ആനന്ദം തരണോ, ഉമ്മാന്റെ പൊരുത്തം മാത്രം പോരാ. നമ്മളിൽ ചിലർ ചിന്തിക്കും, ഉമ്മ കൂടെ ദുആ ചെയ്ത് എല്ലാം കിട്ടും. ഉമ്മ ദുആ ചെയ്ത് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നിമ്മമാര് വേചാറാകണ്ട, ഉമ്മ ദുആ ചെയ്ത് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വീടിന്റെ അകത്തട്ടിലുള്ള നിങ്ങളെ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് പാടുപെട്ട പാട്, നിങ്ങൾ ഇത്രയും ആക്കിയെടുക്കാൻ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെ കൊണ്ടു നടന്ന വാപ്പ, അവർക്കൊരു ബഹുമാനം കൊടുക്കാതെ, അവർക്കൊരു സ്നേഹം കൊടുക്കാതിരുന്ന എവിടെ എത്തൂല, എവിടെ എത്തൂല. ഒരു സ്ഥലത്ത് വലിയൊരു പദവിയിലേക്ക് നമ്മൾ എത്തൂല, എത്തിക്കൂല. അങ്ങനെ കാരണം നമ്മുടെ കൈ പിടിച്ചു പോയി നിന്നത് വാപ്പയാണ്, സ്നേഹം തന്നത് വാപ്പയാണ്. ഇല്ലേ ഇല്ലേ ഇവിടെ ഇരിക്കുന്ന പലർക്കും പറയും, കൊച്ചുമക്കള് എന്തു പറഞ്ഞാലും ഇരിക്കുന്ന വാപ്പമാര് കേൾക്കും, എന്തു പറഞ്ഞാലും കേൾക്കും. ബൈക്കിൽ കൊണ്ടുപോകണോ, ബൈക്കിൽ കൊണ്ടുപോകും. ഇനി പാർക്കിൽ പോണോ, പാർക്കിൽ കൊണ്ടുപോകും. ഈ ഇരിക്കുന്ന താടി നിറച്ച പല വാപ്പമാരും പല ആൺമക്കളെയും ഇതുപോലെ സ്നേഹം തന്ന് സന്തോഷം തന്ന് വളർത്തിയതാണ്. ഞാൻ ചോദിക്കട്ടെ, അതിൽ എത്ര മക്കൾ വാപ്പമാരെ നിങ്ങളോട് അല്പസമയം തരുന്നത് നിങ്ങളോട് സംസാരിക്കാൻ? സുഖാണോ? വീടിന്റെ മുമ്പിൽ ഉമ്മ അല്ലെങ്കിൽ ഉമ്മ വീട്ടിന്റെ ഉള്ളിൽ കിടക്കാണ് പനിച്ചിട്ട്, മക്കൾ ചോദിക്കും, ഹോസ്പിറ്റലിൽ പോകണോ, ഓട്ടോറിക്ഷ വിളിക്കണോ, അല്ലെങ്കിൽ ഭാര്യ കുട്ടിയുടെ ഹോസ്പിറ്റലിൽ പോകോ. ഓക്കെ, വാപ്പ വീട്ടിന്റെ മുമ്പിൽ മകൻ കാണത്തക്ക വെക്കണം. അവിടെ നിന്ന് ചുമക്കുന്നുണ്ട്, നല്ല പനിയാന്നറിയാം. ചില മക്കൾ മൈൻഡ് ചെയ്യൂല. അല്ലെങ്കിൽ ഉമ്മാനോടെങ്കിലും ചോദിച്ചു, എന്നെ വാപ്പാക്ക് ഒരു പക്ഷെ ചോദിച്ചപ്പോൾ മോനെ വാപ്പാക്കും പനിയാണ്, അത് കുഴപ്പമില്ല, കുറച്ച് ഞങ്ങൾക്ക് മാറിക്കോളും. ഇതല്ലേ സ്വഭാവം? സ്നേഹമിനായി തന്നുള്ള ചുംബനമാമെല്ലാം നീ മറന്നു പോയോ, എന്നും പാപത്താൽ പാടേ നടന്നു പോയോ, സ്നേഹത്താൽ നിന്നെ കൂട്ടിയേ
അത്ഭുതമാണ് മുതുകിൽ ചേർന്നതുമാണ് കൽപകമിൽ ആ സ്നേഹം കുറയുവതായി എന്താണ് അത്ഭുതമോ ആരൂപം ഓത്തിരേണേ എന്നും സ്വർഗത്തിൽ പോകാവ് നിങ്ങളുടെ സ്നേഹത്താൽ ഒരുപാട് സ്നേഹവും ഒരുപാട് സന്തോഷവും ഒരുപാട് അനുരാഗവും നമുക്ക് തന്നതൊക്കെ ബാപ്പയാണ്. ഇല്ലേ? ഒരു സ്വഹാബി അവിടെ നിന്ന് ചോദിക്കുകയാണ്, സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു ചോദിക്കുന്നല്ലയോ പ്രിയപ്പെട്ടവരെ, സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ ചോദിച്ചു പോവുകയാണ്, സ്വഹാബ നിങ്ങളുടെ ഉമ്മ നിങ്ങളെ എത്ര മാസമാണ് ഗർഭം ചുമന്നുകൊണ്ട് നടന്നത്? അവര് പറഞ്ഞു, അത് 10 മാസമാണ് ഗർഭം ചുമന്നത്. എങ്കിൽ ബാപ്പ എത്രയാണ് ചുമന്നത്? വല്ലാത്തൊരു ചോദ്യമാണ്. ഉമ്മ നിങ്ങളെ എത്ര മാസം ഗർഭം ചുമന്നുകൊണ്ട് നടന്നു? അവര് പറഞ്ഞു 10 മാസം. എന്നാ ശരി, ബാപ്പ നിങ്ങളെ എത്ര മാസം ഗർഭം ചുമന്നുകൊണ്ട് നടന്നു? ആ ചോദ്യത്തിന് മറുപടിയായിട്ട് അവര് ചിരിക്കാണ്. ആ ചോദ്യത്തിന് മറുപടിയായിട്ട് ചിരിച്ചു. വീണ്ടും മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ ചോദിക്കുകയാണ്, അല്ല മോനെ, ഉമ്മ എത്രയാണ് ചുമന്നത്? അവര് പറഞ്ഞു 10 ആണ്. അപ്പ ബാപ്പ ഗർഭം ചുമക്കുകയോ? അവര് ചിരിച്ചപ്പോ മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ കരയുകയാണ്. കരഞ്ഞിട്ട് പറയുന്നു, ഉമ്മ 10 മാസം ചുമന്നത് ശരിയാ, പക്ഷേ പ്രിയപ്പെട്ട ബാപ്പാനറിയുമോ, ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ അകത്തട്ടില് പ്രിയപ്പെട്ട മക്കൾ വളർന്നു വരുന്നെന്നറിയുമ്പോൾ ആ സമയം മുതൽ ഒരാൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ 20 വയസ്സ് വരെ 22 വയസ്സ് വരെ അവന് സ്വന്തമായിട്ടൊരു ജോലി കിട്ടുന്നത് വരെ ആ കുട്ടിയെ ഗർഭം ചുമന്നുകൊണ്ട് നടന്നത് അത് ബാപ്പയാണ്. സ്വഹാബാ, ഇനി പെൺമക്കളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലോ ഉമ്മാന്റെ ഗർഭാശയം മുതൽ ആ പെൺകുട്ടിയെ ഒരു പുതുമാരന്റെ കൈ പിടിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയം മുതൽ അവളെ സന്തോഷത്തോടെ കൊണ്ടുവരുന്നത് ബാപ്പയാണ്. 1 കൊല്ലമല്ല, 2 കൊല്ലമല്ല, 18 കൊല്ലം വരെ, 19 കൊല്ലം വരെ ആ പൊന്നുമോളെ ഗർഭം ചുമന്നത് അതവരുടെ പ്രിയപ്പെട്ട ബാപ്പയാണ്. സ്വഹാബാ, ഇത് പറയുമ്പോഴേക്ക് അത്രയും നേരം ചിരിച്ചുകൊണ്ടിരുന്ന സ്വഹാബത്ത് കരഞ്ഞുപോയി. അല്ലാഹുവേ, താങ്ങും തണലുമായത് ബാപ്പയാണല്ലോ, കൈപിടിച്ച് നടത്തിയത് ബാപ്പയാണല്ലോ, അവൾക്ക് ഒരുപാട് മുത്തം തന്നത് ബാപ്പയാണല്ലോ. ആ ബാപ്പയുടെ ചോര നീരാക്കിയാണ് നമ്മളെ പഠിപ്പിച്ചത്, നമ്മളെ സമ്പാദിപ്പിച്ചത്. ഇവിടെ ഇരിക്കുന്ന എന്റെ കരളിന്റെ കഷണങ്ങളായ എന്റെ കുഞ്ഞുമക്കളോട്, ചെറുപ്പക്കാരോട് പറയാറ്, നമ്മൾ നല്ലതുപോലെ സ്കൂളിൽ പോകുമ്പോൾ, നമ്മൾ നല്ലതുപോലെ സ്കൂളുകളിലും കോളേജിലൊക്കെ പോകുമ്പോ നല്ല വസ്ത്രം ധരിക്കുമ്പോ നല്ല ഒരു ഷൂ ധരിക്കണ്ടേ? നല്ലതുപോലെ എന്തൊക്കെ സ്കൂളുകളിൽ ആവശ്യമുണ്ടോ അതൊക്കെ മക്കൾക്ക് വേണ്ടി നേടിയെടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് ബാപ്പ എന്താ ചെയ്യുന്നത് എന്നറിയോ? ബാപ്പയുടെ ശരീരം മുഴുവനും വിയർത്ത് കുളിക്കണമല്ലോ. നിങ്ങളുടെ കാലിൽ നല്ല ഒരു ഷൂസ് ഇടണമെങ്കിൽ ബാപ്പാന്റെ കാലിൽ അഴുക്ക് പറ്റണം ചെറുപ്പക്കാരാ, ബാപ്പയുടെ കാലിൽ മണ്ണ് പറ്റണം ചെറുപ്പക്കാരാ. മക്കൾ വളർന്നു വരുമ്പോ പ്രിയപ്പെട്ടവരെ പുറങ്കാല് കൊണ്ട് ചവിട്ടിത്തള്ളുന്ന കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നത്, ഈ പ്രിയപ്പെട്ട ഉപ്പാനെ വെറുപ്പിച്ചാൽ അല്ലാഹുവിന്റെ പവിത്രമായ സ്വർഗ്ഗമെന്ന് മാത്രമല്ല ദുനിയാവിന്റെ പുറത്ത് പോലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂല. ഉപ്പമാരെ, നിങ്ങളൊന്ന് മനസ്സ് കൊടുത്തു നോക്ക്. എന്റെ വാളിന്റെ ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടല്ല, നിങ്ങൾ ഞാൻ നല്ല വാഴനാണെന്ന് പറയാനല്ല. ഒരു ദിവസം പോലും ഇതുപോലെ ഒഴിവില്ലാതെ മൈക്കിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, ഒരാവേശത്തിന്റെ പുറത്ത് പറഞ്ഞു പോകുന്നതല്ല. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മകൻ ചെന്നിട്ട് ഈ രാത്രിയെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ബാപ്പാന്റെ കാൽക്കൽ വീണിട്ട് പൊരുത്തം ചോദിച്ചാല് അത് മതി എന്റെ സഹോദരാ. അതുകൊണ്ട്
അതുകൊണ്ട് പറയുകയാണ്, ഉമ്മാനെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളുടെ വാപ്പയെ കൂടെ സ്നേഹിക്കുമോ? അത് നിങ്ങൾക്ക് നാളെ വിജയമാണെന്ന് പഠിപ്പിച്ചത് ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ തിരുദൂതരെ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആൺമക്കള് സ്വന്തം ചിന്തിച്ച് നിങ്ങൾ എത്ര വാപ്പയോട് സംസാരിക്കുന്നു, എത്ര അതിനുവേണ്ടി 5 മിനിറ്റ് സമയം കണ്ടെത്തുന്നുണ്ടോ? ഉമ്മാനോട് പിന്നെ സംസാരിച്ചില്ലേ? സംസാരിക്കേണ്ടെന്നല്ല, സംസാരിച്ചു. വാപ്പയോട് എത്ര നേരം? ഒന്നുമില്ല. ആഴ്ചകളോളം വാപ്പയോട് മിണ്ടാതെ മക്കൾ നടന്നിട്ടുണ്ട്, ഇല്ലേ? വാപ്പാന്ന് വിളിക്കുമ്പോ ആ ഒരു വിളിക്കൊരു ഗുണം, ആ ഒരു സന്തോഷമുണ്ട്, ഇല്ലേ? ചിന്തിച്ചു നോക്കിക്കേ. ആ സമയത്ത് വാപ്പാക്ക് ഉണ്ടാക്കുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് മറ്റുള്ള എല്ലാ മരുന്നിനെയും ഗുളികയും കാലും അതൊരു പീയൂഷമാണ്, അതൊരു ഔഷധമാണ്. നിങ്ങളൊരു സ്നേഹം കിട്ടുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിലും വലിയ വാപ്പ ഞാൻ കൊണ്ടുപോകാം എന്നൊരു പറച്ചില് പറഞ്ഞാൽ, എന്നൊരു വർത്തമാനം പറഞ്ഞാൽ മതി. നാളെ അല്ലാഹു നരകത്തിന്റെ ചാര കൊണ്ടുനിർത്തിയിട്ടില്ലെങ്കിൽ പറയണ ചങ്ങായി, നിനക്ക് ഇതുപോലെ ഉമ്മാനെ വാപ്പാനെ സ്നേഹിക്കണമെന്ന് പറയാൻ മുന്നറിയിപ്പുകാർ വന്നില്ല. ഇല്ലാന്ന് പറയാൻ പറ്റുമോ? അതേ പറയാൻ പറ്റൂലേ? ഇതാ ഉപ്പാനെ പൊന്നുപോലെ നോക്കണം, അവരെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം എന്ന് പറയാൻ നിനക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ വന്നിട്ടില്ലേ? വബിൽ വാലിദൈനി ഇഹ്സാന, മാതാവിനും പിതാവിനും നീ സേവനം ചെയ്യണം, നീ നന്മ ചെയ്യണം എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? മുസ്തഫ നബികൾ എന്താ പറഞ്ഞേ? അനബരി, അവരെ ബഹുമാനിക്കാത്തവൻ, അവരെ നോക്കാത്തവൻ, അനബരി, ഞാൻ ഒഴിവാക്കിന. പിന്നെ ആരല്ല അല്ലാഹുവിന്റെ റസൂൽ പറയാ, അനബരി എന്ന് ഞാൻ ഇവനെ ഒഴിവാക്കി. അപ്പാക്ക് സ്നേഹം കൊടുക്കാതെ, അപ്പാനെ ഇഷ്ടം വെക്കാതെ കടന്നു പോകുന്ന മക്കളുണ്ടോ? പഠിച്ചോ? അവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നില്ലല്ലോ, വല്ലാത്ത പരാജയമായിരിക്കും. അല്ലാഹുവേ ശരിയാണ്, അങ്ങനെ പറയാൻ മുന്നറിയിപ്പുകാരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നിന്റെ ഖുർആനിലൂടെ പറഞ്ഞതൊക്കെ ശരിയാണ് റബ്ബേ, ഞങ്ങൾ വലിയ കാര്യമാക്കിയിട്ടില്ലേ? ഞങ്ങൾ ഇങ്ങനെ നടന്ന് ദുനിയാവിന്റെ മുഖത്തൂടെ അടിച്ചു പൊളിച്ച് നിങ്ങൾ ഇങ്ങനെ നടന്നുപോയി റബ്ബേ, ഞങ്ങളൊന്നും വലിയ കാര്യമാക്കി ഭാഗത്ത് അല്ല വിടുവോ? അല്ല വിടുവോ? ഇല്ല. യോജിച്ച ശിക്ഷ. നീ അവരോട് അങ്ങനെ പെരുമാറിയില്ലേ? അനുയോജ്യമായ ശിക്ഷ. അവരെ കുറ്റപ്പെടുത്തിയില്ലേ? അനുയോജ്യമായ ശിക്ഷ. അവരോട് തർക്കുത്തരം പറഞ്ഞില്ലേ? അനുയോജ്യമായ ശിക്ഷ. രക്ഷപ്പെടാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇവിടെ ഒരു സ്വഹാബി കടന്നു വരുന്നുണ്ട്.
ഗോത്രത്തിൽപ്പെട്ട ഒരു സ്വഹാബി കടന്നു വന്നിട്ട് മദീനയുടെ മുഖ്യനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, സല്ലൈതു സ്വലവാതൽ ഖംസ് വഅതൈതു സകാത്ത് വസുംതു റമളാന വഖുംതു ലയാലിയാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ഈ സ്വഹാബി വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, 5 വഖ്ത് നിസ്കരിച്ചു നബിയേ. ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് പടച്ചവന്റെ പള്ളിയിൽ നമ്മൾ ബാങ്ക് കേട്ട് കഴിഞ്ഞാ ഓടി വന്നുകൊണ്ട് നിസ്കരിച്ചാ നേരിട്ട് സ്വർഗ്ഗത്തിൽ പോകുമെന്നാണോ? ഈ സ്വഹാബി പറയുന്നു, 5 വഖ്തും നിസ്കരിക്കുന്നുണ്ട്, ഒരു വഖ്ത് പോലും ഖളാഇല്ല നബിയേ. വഅതൈതു സകാത്ത്, എന്റെ സ്വത്തിന്റെ സകാത്ത് കൊടുത്തു വിടുന്നുണ്ട് നബിയേ. വസുംതു റമളാന, നമ്മളെല്ലാവരും ദുആ ചെയ്തവരാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറകത്ത് ചെയ്യണേ അല്ലാഹ്. വബല്ലിഗ്നാ റമളാൻ, പരിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തവരാണ്. റമളാനിലേക്കും കടന്നു വരുന്നവരെ ഈ സ്വഹാബി ചോദിക്കുന്നു, നബിയേ, വസുംതു റമളാന, റമളാനിൽ നല്ലതുപോലെ നോമ്പ് നോറ്റുകൊണ്ട് വരുന്നുണ്ട് നബിയേ. വഖുംതു ലയാലിയാ, പാതിരാത്രിയായാല് കൊണ്ട് തറാവീഹ് നിസ്കരിക്കാറുണ്ട് നബിയേ. ഇങ്ങനെ ഞാനങ്ങ് മരണപ്പെട്ടാൽ എന്റെ വാസസ്ഥലം എവിടാ നബിയേ? ഉടൻ തന്നെ നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, കാന മഅല്ലദീന അൻഅമല്ലാഹു മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന. സ്വഹാബത്ത് കിടക്കുന്ന, ശുഹദാക്കൾ കിടക്കുന്ന പവിത്രമായ പരിശുദ്ധമായ സ്വർഗ്ഗത്തിലേക്കാണ് കടന്നു പോകുന്നത് എന്ന് പറയുമ്പോ ചെറുപ്പകാരൻ ചിരിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, മോനെ, നിന്റെ ഉമ്മയെയോ നിന്റെ ബാപ്പയെയോ നീ വെറുപ്പിക്കാത്ത കാലത്തോളം അങ്ങനെ വെറുപ്പിച്ചു കഴിഞ്ഞാ നിങ്ങളുടെ ഒരു നോമ്പ് റബ്ബിന് വേണ്ട, നിങ്ങളുടെ സകാത്ത് വേണ്ട, നിങ്ങളുടെ സ്വതക്ക വേണ്ട, നിങ്ങളുടെ ഒരു പ്രവർത്തനങ്ങളും പടച്ചവനിക്ക് വേണ്ട. 100 ഹജ്ജുകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉമ്മയുടെ ബാപ്പയുടെ മുഖത്തേക്ക് ഒരൊറ്റ നോട്ടം മതിയല്ലോ. നിന്റെ ഉമ്മയുടെയും ബാപ്പയുടെയും മുഖത്തേക്ക് വെറുപ്പിന്റെ നോട്ടം നോക്കരുതേ. ആ ഒരൊറ്റ നോട്ടം മതിയല്ലോ, ആ ഒരൊറ്റ നോട്ടം മതിയല്ലോ. 4 ലക്ഷവും 5 ലക്ഷവും മുടക്കി ഹജ്ജിന് പോയവര്, 80ഉം 85ഉം 70 മുടക്കിയിട്ട് ഉംറയ്ക്ക് പോയവര് അതിനൊക്കെ നഷ്ടപ്പെട്ടു പോകാ. ഈ ഒരൊറ്റ നോട്ടം മതി എന്ന് പഠിപ്പിച്ചത് ഒരിക്കലും കളവ് പറയാത്ത മദീനയുടെ മുത്തേ നബിയുനാ മുഹമ്മദുൽ മുസ്തഫ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വലാത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം നമ്മൾ ഇബാദത്തുകൾ ചെയ്താലും എത്രത്തോളം നമ്മൾ നന്മകൾ ചെയ്താലും എന്റെ പ്രിയപ്പെട്ടവരെ ഇവരെ വെറുപ്പിച്ചു കഴിഞ്ഞു കഥ എപ്പോഴാ ബോധമില്ല, ഏത് സെക്കൻഡ് നമ്മൾ മരിക്കാൻ അറിയില്ലേ? അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഓതി കൊടുത്തിട്ട് പറഞ്ഞു, മോനെ മോനെ ഇവിടത്തെ ജീവിതം നമുക്കൊരു ജീവിതമല്ല. ഇവിടത്തെ ജീവിതത്തിൽ നിങ്ങളുടെ അപ്പയോടുള്ള സ്നേഹത്തെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അവരൊന്ന് ബഹുമാനിക്കും, അവരുടെ മുഖത്തേക്കൊന്ന് നോക്കിയിരിക്കും, അല്ലേ? ഉമ്മയോട് സംസാരിക്കും, ഉമ്മാന്റെ മുത്തം കൊടുക്കും. അതുപോലെ നിങ്ങളുടെ വാപ്പയോടൊന്ന് ചെയ്തു നോക്ക്. അതൊരു വലിയൊരു മാറ്റം ഉണ്ടാകും. ഇല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാര്യം. നിസ്കരിച്ച് റമദാൻ വരുമ്പോ 5 ഖത്തോതി 5 ഖത്തമുകളോതി എന്ത് നേട്ടമാണ്? വീട്ടിന്റെ അകത്തട്ടിലെ ബാപ്പയോട് മിണ്ടൂല,
വാപ്പാനോട് സംസാരിക്കൂല. അങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ എന്ത് പ്രതിഫലം കിട്ടും? ആ വാപ്പാന്റെ മനസ്സ് മുമ്പരപ്പെട്ട പോലെ എല്ലാം വീണു പോകാൻ എല്ലാ ദിവസവും നോമ്പുറപ്പിച്ചു. ഒറ്റ നോട്ടം മതി വാപ്പാന്റെ മുഖത്തേക്ക് വെറുപ്പില്ലേ. എല്ലാം പോയി. നിസ്സാര ഒരൊറ്റ നോട്ടം കൊണ്ടുപോയില്ലേ. അതുകൊണ്ട് തങ്ങൾ പറയാ, ഇവിടത്തെ ജീവിതം വളരെ കുറച്ച്, നാളത്തേക്ക് വേണ്ടി പരിശ്രമിച്ചു. നാളത്തേക്ക് വേണ്ടിയില്ലേ? മരണത്തിന് ശേഷം ജീവിക്കാൻ നിനക്കൊരു വീടില്ല. മരണത്തിന് മുമ്പ് നീ ഉണ്ടാക്കിയിട്ടുള്ള വീടല്ലാതെ, മരണത്തിന് മുമ്പ് നീ പണിതിട്ടുള്ള വീടല്ലാത്തൊരു വീട് നിനക്കില്ല. ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് വാപ്പയെ കാണുമ്പോ എഴുന്നേറ്റ് നിന്നു. അതിന് വാങ്ങിന്റെ മജ്‌ലിസിലാണെങ്കിൽ പോലും വാപ്പ വരാൻ അവനവിടെ ഇരിക്കുന്നുണ്ട്, എഴുന്നേക്കണം. വാപ്പയാണ് വരുന്നത്, എഴുന്നേറ്റ് നിന്ന് കൊടുത്തു. സ്നേഹം, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കൂലി, മലക്കുകളുടെ കാവൽ. മകനിക്ക് വാപ്പയെ കണ്ടപ്പോൾ എഴുന്നേറ്റപ്പോ നാളത്തേക്ക് വേണ്ടിയിട്ടല്ല ചെയ്യാം, നന്മയാണ് ചെയ്തതെങ്കിൽ അത് നാളത്തേക്കുണ്ട്. ഇവിടെ വെച്ചുകൊണ്ട് തിന്മകളാണ് ചെയ്തെങ്കിൽ രാത്രി അങ്ങനെ കാര്യാക്കണ്ട എന്ന് പറഞ്ഞ അത് വാപ്പല്ല. വാപ്പയെ പറ്റി നമ്മൾ ചിന്തിക്കൊന്നും വേണ്ട. ഇപ്പം നമ്മുടെ ആവശ്യമൊന്നുമില്ല. ആരെ പറഞ്ഞ നമ്മുടെ ആവശ്യമില്ല അല്ലേ? അങ്ങനെ അവരെ മോശമായെന്ന് കണ്ടിട്ട് അവർക്ക് ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം അള്ളാന്റെ കത്തിയാണെന്ന നരകമാണ്. തങ്ങൾ പറഞ്ഞത്, മോനെ നാളെ ഞാൻ ഉണ്ടോന്നറിയില്ല, നീ ഉണ്ടോന്നറിയില്ല. ഇവിടുത്തെ ജീവിതം നൈമിഷികമാണ്. അതാണ് വെള്ളിയാഴ്ച തോറും ഉസ്താദുമാര് അവരെന്ന് ഓതുന്നത്. فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى. ഇവിടുത്തെ ജീവിതം ശാശ്വതമല്ല. ശാശ്വതമായ ജീവിതമുണ്ട്, അത് വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതൊരു യാത്രക്കിടയിൽ ഒരു വീടായത്. യാത്രയിൽ വിശ്രമം അല്ലെ, ഒരു ദിവസത്തിന്റെ ഒരു 10 മിനിറ്റുള്ള വിശ്രമേ ഉള്ളൂ ഈ ദുനിയാവ്. അതുകൊണ്ട് അവരെ പൊന്നുപോലെ സ്നേഹിച്ചിട്ട് ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വരണേ. ഇതിനേറെ ചെറുപ്പക്കാർക്ക് മനസ്സിലാക്കാൻ ഒരു ചരിത്രം പറഞ്ഞു തരാം. എന്തിനാണ് ചരിത്രങ്ങൾ പറയുന്നത്? നിങ്ങളുടെ സമയം കൊന്നു കളയാനല്ല. ഒരു സ്വഹാബി കടന്നു വരുന്നുണ്ട്, സയ്യിദുനാ അലി കറമഹുല്ലാഹ്. മുമ്പിലേക്ക് വന്നുകൊണ്ട് പറയാട്, താടി നരച്ചു പോയ ശരീരങ്ങൾ ചുരുക്കിച്ചുളഞ്ഞു പോയ പ്രിയപ്പെട്ട ഉപ്പയോട് എനിക്കൊരു സ്നേഹമില്ലല്ലോ, എന്റെ ബാപ്പയോട് എനിക്കൊരു സ്നേഹം തരാ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കുമോ? പറയാണ്, ഒന്ന് പോമോനെ നിന്റെ ബാപ്പന്റെ അരികിലേക്ക്. പക്ഷേ ബാപ്പ കാണരുത്. ബാപ്പ നേരം വെളുത്ത് ജോലിക്ക് പോകുന്ന ഒരു സമയമുണ്ടല്ലോ, ബാപ്പ കാണാതെ നീയതാ ബാപ്പയുടെ പിന്നാലെ പോകാമോ?
നമസ്കരിച്ചുകൊണ്ട് തന്റെ തോൽപാത്രത്തിൽ വെള്ളമെടുത്തിട്ട് കടന്നു പോകുന്നുണ്ട് മദീനയിലൂടെ. കൊണ്ടുപോയ തോൽപാത്രവും ഭക്ഷണവും ഒരു ഭാഗത്ത് വെച്ചു. അവിടെ ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ഈന്തപ്പന കുലകളൊക്കെ താഴെയിട്ടു. അതിനെ അടുക്കി വെച്ചു. പെട്ടെന്നത് മറിഞ്ഞു വീഴുമ്പോ തോട്ടത്തിന്റെ മുതലാളി കടന്നു വന്നിട്ട് പ്രിയപ്പെട്ട ഉപ്പയുടെ കരണത്തടിക്കുകയാണ്. ഇതൊക്കെ ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് കാണാതെ പൊന്നുവാൻ കാണുന്നുണ്ട്. അവസാനം അതെല്ലാം അടുക്കി വെച്ച് വൃത്തിയാക്കുകയാണ്. അങ്ങനെ വൃത്തിയാക്കുമ്പോ പാപ്പയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ ഓടി വന്നിട്ട് പറയാണ്, എന്തേ ഉപ്പാ ഇത്രയും വയസ്സായല്ലോ, ഈ മുതലാളികളുടെ കയ്യിൽ ഇരിക്കുന്ന അടി കൊണ്ടിട്ട് പോലും ഒരു വാക്കുപോലും മിണ്ടാതെ നിങ്ങൾ ജോലി ചെയ്യുകയാണോ? ആ സമയത്ത് അടികൊണ്ടുപോയ പിതാവിന്റെ പറഞ്ഞു എന്നറിയോ? അടികൊണ്ടുപോയ പിതാവ് വിടന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, എനിക്കും എന്റെ ഭാര്യയ്ക്കും അല്ലാഹു താമസിച്ചാണ് മക്കളെ തന്നത്, താമസിച്ചാണ് അല്ലാഹു മക്കളെ തന്നത്. എന്റെ മകനിക്ക് ഇത്ര വയസ്സായി, ഞാൻ ജോലിക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ വീടിന്റെ അകത്തട്ടിലുള്ള പൊന്നോ അവൻ പട്ടിണിയാ, അവനിക്കൊരു ജോലിയില്ല, അവന് ശമ്പളമില്ല. ഇതെല്ലാം കേട്ടുകൊണ്ട് ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന മകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉപ്പാന്റെ മുമ്പിലേക്ക് വന്നിട്ട് തന്റെ കയ്യിലിരിക്കുന്ന തോൽപാത്രത്തിന്റെ വെള്ളം കൊടുത്തിട്ട് പറയുന്നു, ഇല്ല ഉപ്പാ, ഇന്നലെ എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ച, എനിക്ക് വേണ്ടി അടികൊണ്ട, എനിക്ക് വേണ്ടി സങ്കടം സഹിച്ച, എനിക്ക് വേണ്ടി വിശപ്പ് സഹിച്ച, എനിക്ക് വേണ്ടിയിട്ട് പട്ടിണി സഹിച്ചു പോയ എന്റെ പൊന്നാര ഉപ്പാ, ഇനി എന്റെ ഉപ്പ ജോലിക്ക് പോകണ്ട, എന്റെ ഉപ്പക്ക് പകരം ഞാനാണ് ജോലിക്ക് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഉപ്പാന്റെ കവളത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തം കൊടുത്തുകൊണ്ട് പോയെങ്കിൽ അലിയാര് തങ്ങൾ പറഞ്ഞു കൊടുത്ത മാർഗം എത്രയോ സന്തോഷമാണ്. ഈ ചെറുപ്പക്കാരൻ നിറഞ്ഞ മനസ്സോടെ കടന്നു പോവാണ്. ഓ അലിയാര് തങ്ങളെ, എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, എന്റെ താടി നരച്ചു പോയ, ശരീരം ചുരുങ്ങി പോയ എന്റെ ഉപ്പയുണ്ടല്ലോ, അതെന്റെ ജീവന്റെ ജീവനാ, അതെന്റെ തങ്കക്കുടമാ, അതെന്റെ സ്വാന്തനമാ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോയെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളും മനസ്സിലാക്കണം, പാപ്പയുടെ ചോര നീരാക്കിയത് കൊണ്ടാണ് ഇന്നത്തെ മക്കൾ നല്ല ഒരു നിലയിൽ എത്തിയത്. ആ പാപ്പ പാടുപെട്ടത് കൊണ്ടാണ് നല്ല ഒരു നിലയിൽ എത്തിയത്. ആ പാപ്പക്ക് വേണ്ടിയിട്ട് സ്വന്തം നാളിൽ പാപ്പക്ക് നീക്കാനാണെങ്കിൽ ഒരു ദിവസമോ 2 ദിവസമോ അവർക്ക് ജോലിക്ക് പോയാലും മതിയായിരുന്നല്ലോ. പക്ഷേ എത്രയോ പ്രിയപ്പെട്ട പാപ്പമാര് പ്രവാസ ലോകത്ത് 1 കൊല്ലമല്ല, 2 കൊല്ലമല്ല, 3 കൊല്ലമല്ല, എത്രയോ കൊല്ലങ്ങള് 10ഉം 16ഉം 17ഉം 18ഉം കൊല്ലം പ്രവാസ ലോകത്ത് പോയിട്ട് പാപ്പമാര് കിടക്കുന്നത്. ഇവിടെ ജീവിച്ച് കൊതിമാറിയിട്ടല്ല, മക്കളെ കണ്ടിട്ട് കൊതിമാറിയിട്ടല്ല, മക്കളോട് സംസാരിച്ചിട്ട് കൊതിമാറിയിട്ടല്ല. അല്ലാഹുവേ, എന്റെ മക്കള് നല്ല ഒരു വീട്ടിൽ കിടക്കണമല്ലോ, എന്റെ മക്കള് നല്ലതുപോലെ കഴിയണമല്ലോ, എന്റെ മക്കൾക്ക് ഒരു വാഹനം എടുത്തു കൊടുക്കണമല്ലോ, എന്റെ മക്കള് നല്ലതുപോലെ മറ്റുള്ളവന്റെ മക്കളെക്കാൾ നല്ലതുപോലെ കഴിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രവാസ ലോകത്ത് 10ഉം 16ഉം കൊല്ലം കിടന്നു പോയ എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാരുണ്ട്. അവർക്ക് എന്തേ മെച്ചമുള്ളത്? കുറച്ച് രോഗങ്ങളല്ലേ, കുറച്ച് പ്രയാസങ്ങളല്ലേ, കുറച്ച് സങ്കടങ്ങളല്ലേ, അതല്ലാതെ അവർക്ക് മിച്ചമെന്ന് പറയാൻ എന്തേ ഉള്ളത്? ഇതുപോലെ തലശ്ശേരി ഭാഗത്ത് വളർന്നു കഴിഞ്ഞിട്ട് പിറ്റേന്ന് ചെറുവാഞ്ചേരിയിൽ അതിന്റെ തൊട്ടടുത്ത സ്ഥലത്താണ് പ്രഭാഷണമുള്ളത്. അവിടെ എല്ലാ നേരം ആ വീട്ടിലെ യുവാവിനോട് പറഞ്ഞു, സാറേ പാപ്പക്ക് വേണ്ടി വന്ന്
ഒന്ന് ദുആ ചെയ്യണം. ഞാൻ ചോദിച്ചു മോനെ പാപ്പയ്ക്ക് അസുഖം വല്ലതുമുണ്ടോ? അല്ലാഹി എന്റെ ഉപ്പ ഒരു രോഗിയാണ്, എന്നാലും അവർക്കൊരു ഒഴിവില്ല. എല്ലാ മക്കളും സ്കൂളിന്റെ വെക്കേഷന്റെ ടൈമില് പാപ്പമാരോട് പറയൂപ്പാ ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകാമോ, ഞങ്ങളൊന്ന് കൊണ്ടുപോകാമോ എന്ന് പറയുന്ന സമയത്ത് എന്റെ വാപ്പ പറയും മോനെ കുറച്ചുകൂടെ കഴിയട്ടെ. അവസാനം പറഞ്ഞ് എന്റെ വാപ്പ എന്നെ കൊണ്ടുപോയി എയർപോർട്ടിലേക്ക്. ഞാൻ എന്നെ ചെന്നിറങ്ങുമ്പോ എന്നെ കൂട്ടാൻ എന്റെ വാപ്പ വന്നില്ല. എന്റെ വാപ്പയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് വന്നത്. 6 മണിയായി വാപ്പ വരുമ്പോ ഞാൻ ചെല്ലുമ്പോൾ 6-7 ആളുകൾ ഒരുമിച്ച് കിടക്കുന്ന ഒരു റൂം, ഒരു ടോയ്ലറ്റ്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം, ഒരുമിച്ച് ഭക്ഷണം ഇട്ടിട്ടുണ്ട്. അങ്ങനെ 6-7 ആളുകൾ കിടക്കുന്ന ഒരു സ്ഥലത്ത് എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ വാപ്പ വന്ന പാടെ വാപ്പയുടെ കവിളത്ത് കെട്ടിപ്പിടിച്ച് മക്കൾ കൊടുത്തിട്ട് ഉപ്പാനോട് പറഞ്ഞു കൊടുപ്പാ എന്റെ വാപ്പ താമസിക്കുന്നത് എവിടെയാണ്, അവിടേക്ക് പോകാ എന്ന് പറയുമ്പോൾ ഉസ്താദേ എന്റെ വാപ്പ എനിക്ക് മറുപടിയായിട്ട് തന്നത് 2 തുള്ളി കണ്ണീരാണ്. മോനെ ഇന്ന് 2 നില വീട് നമ്മുടെ വീട്ടിലുണ്ട്. വീടിന്റെ മുമ്പിൽ കാറിന്റെ നിനക്ക് ബൈക്കുണ്ട്, അനുജത്തിക്ക് സ്കൂട്ടിയുണ്ട്, എല്ലാം മിക്കമുള്ള റൂമിൽ വീശിയുണ്ട്. നല്ല സൗഭാഗ്യത്തിൽ കിടക്കുന്നവരാണ് എന്റെ പൊന്നുമോനെ. ഇത്രയും സൗഭാഗ്യം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയത് ഇതേ കാണുന്ന കട്ടിലാണ്. ഈ 6-7 ആളുകൾ കിടക്കുന്ന കട്ടില്, ഇതിന്റെ ഒരു കട്ടിലാണ് മോനെ നിന്റെ വാപ്പ കിടക്കുന്നത്. ഇവിടെ കിടന്നിട്ടാ സങ്കടം അറിയിപ്പിക്കാതെ, വിഷമം അറിയിപ്പിക്കാതെ, ദുഃഖങ്ങൾ അറിയിപ്പിക്കാതെ നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത് എന്ന് പറഞ്ഞിട്ട് കരയുമ്പോ കൽബങ്ങ് പിടഞ്ഞു പോയി. എന്റെ വാപ്പയോട് പറയാവുന്നില്ല. എന്റെ വാപ്പാന്റെ കവിളത്ത് കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കുകയല്ലാതെ വേറെ ഒരു നിവർത്തിയുമില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അവരെ മറക്കാതെ അവരെ പൊന്നുപോലെ നോക്കുന്നവരായിട്ട് നമ്മൾ മാറിപ്പോ. അവരെ പൊന്നുപോലെ നോക്കുന്നവരായി നമ്മൾ മാറണം. അതുകൊണ്ട് ഇന്ന് നമ്മുടെ എല്ലാവരും നല്ലൊരു ഹദിയ ഇന്ന് കൊണ്ടുവന്നതിന് നല്ല ഒരു ഹദിയ എല്ലാവരും ആ ബക്കറ്റിലേക്ക് നിക്ഷേപിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു തആല തരട്ടെ. ഉറക്കെ നാമീൻ പറയും. അല്ലാഹുവിനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. ചില മക്കൾ വിചാരിക്കുന്നറിയോ, ചില മക്കൾ ഇന്ന് ഒരുപക്ഷെ ഇത്തരത്തിൽ വിഷയങ്ങൾ കേൾക്കാനുള്ള മക്കൾ നമ്മുടെ മജ്‌ലിസിൽ ഏറ്റവും വലിയ സങ്കടമാണ്. മക്കളെ 10 വയസ്സും 11 വയസ്സൊക്കെ ആയ മക്കളെ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ രോഗിയായി കിടക്കുന്ന ഉമ്മാന്റെ കഴുത്തിൽ പിടിച്ചു കൊല്ലും. രോഗിയായി കിടക്കുന്ന ഉമ്മയുടെ കഴുത്തിൽ പിടിച്ചിട്ട് കൊല്ലും. ഈ തൊട്ടടുത്ത് നമ്മുടെ പുലാമന്തോട് ഭാഗത്ത് അന്ന് എന്നെ ഷൊർണൂരിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ കൂടെ അന്ന് വാഹനത്തിൽ ഇരിക്കുമ്പോ അവിടെ എനിക്ക് കോളത്തിന്റെ ഒരു ഉമ്മാണ് വിളിച്ചു, ഉസ്താദേ മകൻ പേന കൊണ്ട് കുത്തിയിട്ട് വേദന കൊണ്ട് സഹിക്കുന്നില്ല, എന്റെ മകന്റെ സ്വഭാവം നന്നാവാൻ വേണ്ടി ദ്വാരക്കണം. 12 വയസ്സുള്ള മക്കളുടെ അവസ്ഥയാണ്. പക്ഷേ ഇതൊന്നും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ അതുപോലത്തെ വഴങ്ങിന്റെ മജ്‌ലിസിലോ നമ്മുടെ പൊരുന്ന മക്കളില്ല. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പിന്നെ കാസർഗോഡ് അരീക്കടപ്പുറത്ത് അൽഹംദുലില്ലാഹ് അവിടെയുള്ള മുഴുവൻ ഉമ്മമാരും വിഷയം കണ്ടപ്പോൾ തന്നെ എല്ലാ മക്കളെ കൊണ്ട് നിരത്തിയിരുത്തി. ഒരു പക്ഷേ ലൈവ് കാണുന്ന ഉമ്മമാരെ കൊണ്ടുവന്ന് കാണും. അതിന്റെ ആ ലൈവിൽ തന്നെ മുഴുവനും മക്കളാണ്. അതൊരു സന്തോഷം. ഏതെങ്കിലും ഒരു കുട്ടി അത് കേട്ട് നന്നായാൽ അതുപോലെ ഉമ്മമാരോടൊക്കെ പ്രത്യേകിച്ച് പറയാം, അതിൻ്റെയൊക്കെ മജ്‌ലിസുകളിൽ നിങ്ങളുടെ മക്കളെ കൂടെ കൊണ്ടുവന്നിട്ട് ഇരുത്തണം. നിങ്ങളെ മക്കളെ കൂടെ കൊണ്ടുവന്നിരുത്തണം. ഇല്ലെങ്കിൽ നാളെ ഒരു സമയം നിങ്ങൾ വിളിക്കും, ഉസ്താദേ മകൻ എന്റെ കഴുത്തിന് പിടിച്ചു, ഇല്ലേ രോഗിയായി കിടന്ന ക്യാൻസറായി കിടന്ന ഡയാലിസ് ചെയ്തുകൊണ്ടിരുന്ന ഉമ്മാനല്ലേ മകൻ കൊന്നത്. സുബ്ഹാനല്ലാഹ്. ഇനി പറയാനുണ്ടോ? 5 വയസ്സുള്ള മക്കൾ പോലും ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് വിരളയുണ്ട് സംസാരിക്കുന്ന കാലഘട്ടമാണ്.
ഇല്ല, ചിന്തിച്ചു നോക്കിക്കേ, അതൊക്കെ മാറണം. അതിനാണ് ഇതുപോലത്തെ വഅലിന്റെ മജ്‌ലിസുകള്. പ്രിയപ്പെട്ട വാപ്പമാരെ പറ്റി പറയുമ്പോ, ഉമ്മമാരെ പറ്റി പറയുമ്പോൾ നിങ്ങൾ കൊണ്ടിരുത്തണം, ഇരുത്താതിരിക്കരുത്. എന്തെന്നറിയോ, നാളെ നിങ്ങൾക്കൊരു വിജയം കിട്ടാൻ വാപ്പ അവിടെ സങ്കടമായിട്ട് കിടക്കുന്ന അവസ്ഥയിൽ ഓടി വരണം. ഇന്നത്തെ മക്കൾ അതെല്ലാം മറന്നു, വാപ്പ ചെയ്ത ത്യാഗവും മറന്നു, സങ്കടവും മറന്നില്ല. സ്നേഹകടലാണുപ്പാ അഴകിൻ്റെ അഴകാണുപ്പാ അടിയുള്ള മനമാണുപ്പാ ജീവന്റെ ജീവനുപ്പാ മക്കളെ പോറ്റാൻ വേണ്ടി പണിയേറെ ചെയ്തു ഉപ്പാ കണ്ണിലെ കൽവിനുള്ളിൽ വേദന ഏറുന്നുപ്പാ ജീവിതകാലം മുഴുവൻ സന്തോഷം നൽകിടേണേ. ഒരുപാട് ത്യാഗവും ഒരുപാട് വേദനകളും സഹിച്ചു. ഒരു വാപ്പയും അവിടുന്ന് പനിയാന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങൂല. നേരം വെളുത്തെഴുന്നേക്കും, അല്ലാ നാളെ മകനിക്ക് സ്കൂളിൽ ഫീസ് കൊടുക്കണം, നാളെ പാലിന് പൈസ കൊടുക്കണം. ഓരോ പിതാവിന്റെ വേദന. തലേ ദിവസം ലോഡിങ്ങിന് പോയ ചുമട്ട് തൊഴിലാളി ചുമടെടുത്ത വേദന മാറിയിട്ടില്ല. നേരം വെളുക്കുമ്പോൾ എഴുന്നേക്കാൻ പറ്റുന്നില്ല. വീണ്ടും കിടന്നു നോക്കും. കിടന്നാൽ എങ്ങനെ പഠിച്ചോ, എന്റെ മക്കള്, എന്റെ ഭാര്യ, അല്ലെ, അങ്ങനെ എല്ലാവരുടെ പാലങ്ങളും ചുമരിലേന്തി ഓരോന്ന് കിട്ടുമ്പോഴും എന്റെ പെങ്ങളെ ഓരോ ഭർത്താവും ഓരോ വാപ്പ എങ്ങനല്ലേ കിട്ടുന്നത്. ആരെങ്കിലും വെള്ളം കുടിക്കാൻ കൊടുത്താൽ പോലും അതിന്റെ കയ്യിലൊന്ന് മുറുകെ പിടിക്കും. ഇതും കൂടെ കൂട്ടി വെച്ചാല് എന്റെ മക്കൾക്ക് ഉപകാരപ്പെടുമല്ലോ. ആ വേടിക്കുന്ന കൈകളിലേക്ക് നോക്ക്, ആ കൈകളെ കഴുക്ക് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ നല്ലതുപോലെ നടക്കുമ്പോ അവരുടെ ശരീരം മുഴുവനും അഴുക്കും ചെളിയും പൊടിയും പിടിച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് വന്ന് കിടന്നാൽ പോലും സമാധാനം കൊടുക്കാത്ത ചില ആളുകളുടെ കാലഘട്ടം കൂടിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ അർത്ഥം മുറിക്കുന്നില്ല, മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് സ്നേഹത്തോടു കൂടി ഉപ്പയോട് പെരുമാറണം. അപ്പൊ രണ്ടാമത്തെ കാര്യം അതാണ്, സ്നേഹത്തോട് കൂടിയിട്ട് വാപ്പയെ നിങ്ങൾ കൊണ്ടുവന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട തോഴനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് തങ്ങൾ പഠിപ്പിച്ച കാര്യം സ്വഹാബി അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത് അത് ഉപ്പയോടുള്ള സ്നേഹമാണ്. മൂന്നാമത്തെ കാര്യം ഏതെന്നറിയോ, അല്ലാഹുവിന്റെ ഹബീബായ ലോകത്തിന്റെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്ത ആ കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്നത് നീ മരിക്കുമെന്നുള്ള ചിന്ത നിന്റെ കൽവിലൂടെ കൊണ്ടുവരലാണ്. മരിക്കുമെന്നുള്ള ചിന്ത നിന്റെ കൽവിലൂടെ കൊണ്ടുവരല. എങ്കിലേ ഉമ്മയെ ബഹുമാനിക്കാൻ പറ്റൂ, എങ്കിലേ വാപ്പയെ ബഹുമാനിക്കാൻ പറ്റൂ, എങ്കിലേ ദിക്റുകൾ ചൊല്ലാൻ പറ്റൂ, എങ്കിലേ നന്മയിലേക്കൊന്ന് വരാൻ പറ്റൂ, എങ്കിലേ ദീനിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടാൻ പറ്റൂ, എങ്കിലേ ആലിമീങ്ങളെ ബഹുമാനിക്കാൻ പറ്റൂ, എങ്കിലേ സയ്യിദന്മാരെ ബഹുമാനിക്കാൻ പറ്റൂ, എങ്കിലേ മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കാൻ പറ്റൂ. അതിന് വേണ്ടുന്ന ഒരേ ഒരു കാര്യമേതാ, മരിക്കുമെന്നുള്ള ചിന്ത കൽവിന്റെ ഉള്ളിലൂടെ കൊണ്ടുവരലാണ്. ഇന്ന് മരിക്കൂല, നാളെ മരിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു പോകുന്ന ചെറുപ്പക്കാരാ, എന്റെ പെങ്ങളെ, നിങ്ങളെ പോലെ ആരോഗ്യമേതായിരുന്ന, നിങ്ങളെ പോലെ തന്റെ ഇടമുണ്ടായിരുന്ന, നിങ്ങളെ പോലെ ചുറുചുറുക്കോടുകൂടിയിട്ട് കടന്നു പോയിരുന്ന എത്രയോ പ്രിയപ്പെട്ടവര് നിങ്ങളുടെ കവറാവുന്ന ആരുടെ മണ്ണിന്റെ ഉള്ളിന്റെ ഉള്ളറയിലുണ്ടല്ലോ. ഞാനിവിടത്തേക്കൊന്ന് കടന്നു വന്നപ്പോ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുറഹ്മാൻ വാഹനത്തിൽ കൊണ്ടുപോയി ഭക്ഷണം കഴിക്കാതിരിക്കുന്ന വീട്ടിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എനിക്കൊരു കോള വരുന്നുണ്ട്. ആ കാസർഗോഡ് ജില്ലയിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ താജയുടെ മകള് ലോകത്തോട് അല്പം മുമ്പ് ഇവിടെ പറഞ്ഞു പോയെന്ന്. ആ
പൊന്നുമോളെ ഖബർ സ്വർഗ്ഗത്തിന്റെ വീടാകണേ അല്ലാഹ്. എന്നെ ഇവിടെ ഇരിക്കുന്ന എന്റെ പെങ്ങളെ, ചെറുപ്പക്കാരിയാ, ജീവിച്ച് പൊതു തീർന്നിട്ടില്ല, പാപ്പയെ കണ്ട് പൊതു തീർന്നിട്ടില്ല, ഉമ്മയെ കണ്ട് പൊതു തീർന്നിട്ടില്ല, തന്റെ ഭർത്താവിന്റെ സ്നേഹം കിട്ടിയിട്ട് പൊതു തീർന്നിട്ടില്ല. അത് പടച്ചവന്റെ ഖദാറല്ലേ, മറികടക്കാൻ പറ്റൂല. ആ പ്രിയപ്പെട്ട പൊന്നുമോളെ ഖബറുടെ നിമിഷങ്ങളല്ലേ ബാക്കിയുള്ളൂ. അല്ലാഹുവേ, ആ പൊന്നുമോൾ എത്ര വേദനയാണോ സഹിച്ചിട്ടുള്ളത്, ആ വേദനകൾക്ക് പകരം നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. ഖബറിന്റെ ചോദ്യങ്ങളെ എളുപ്പമാക്കണേ അല്ലാഹ്. നേരം പോകാക്കുന്ന മലക്കുകളെ നീ കൊടുക്കണേ അല്ലാഹ്. ഇന്ന് പോകൂല, നാളെ പോകൂലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ മരണം അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹ് എനിക്ക് ഭൂമി ലോകത്തേക്ക് നോക്കിയിട്ട് സംസാരിക്കണം പഠിച്ചവനെ. അല്ലാഹു അവസരം കൊടുക്കുമ്പോ മരണം വിളിച്ചു പറയുന്നു, യാ ഹിബായി വ ഇഖ്വാനി. എല്ലാവരെയും നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞത്, ഹബീബ്. എല്ലാ കൂട്ടുകാരുടെ മരണം ഒന്നാമത് പറഞ്ഞത് പാപ്പയുടെ ഉമ്മയുടെ സഹോദരങ്ങളുടെ ഇടയിലല്ല. മരണം ഒന്നാമത് വിളിച്ചു പറയുന്നത് ഹബീബ്. എല്ലാ കൂട്ടുകാരുടെ ഇടയില് വേർപാടുണ്ടാക്കുന്ന മരണമാണ് ഞാന്. അതുകൊണ്ട് അതെന്തിനാണ് പറഞ്ഞെന്നറിയോ? ഉമ്മയോട് പറയാത്ത കാര്യം, പാപ്പയോട് പറയാത്ത കാര്യം, പ്രിയപ്പെട്ടവരോട് പറയാത്ത കാര്യം, നിങ്ങളുടെ തോളത്ത് കൈയിട്ട് കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാറുണ്ടല്ലോ, മോനെ നാളെ നേരം വെളുത്ത് ഇത്ര മണിക്കു നീ വരണമെടാ എന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാരനോട് വിളിച്ചു പറഞ്ഞിട്ട് പോകുന്നവരെ മരണം വിളിച്ചു പറയാ. നിന്റെ സ്നേഹിതന്മാരുടെ ഇടയിൽ വേർപാടുണ്ടാക്കുന്ന മരണമാ. പിന്നെ രണ്ടാമത് പറഞ്ഞത് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഇടയില്, മകളുടെ ഇടയില് വേർപാടുണ്ടാക്കുന്ന മരണമാണ് ഞാൻ. എന്നെ ഇവിടെ ഇരിക്കുന്ന എന്റെ പൊന്നു പെങ്ങളോട് ചോദിക്കട്ടെ, എന്റെ പൊന്നുമ്മമാര് മനസ്സുകൊണ്ട് കരുതുമോ അടുത്ത സെക്കൻഡിൽ നിങ്ങളുണ്ടെന്ന് പറയാൻ പറ്റൂല. ഇവിടെ നിന്നുകൊണ്ട് വാങ്ങു പറയുന്ന ശരീരധാരിണി ആലപ്പുഴ ജില്ലയിൽ വാങ്ങു പറയോ, എനിക്ക് പറയാൻ പറ്റൂല. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങള് ഇവിടെ എഴുന്നേറ്റ് പോകുമെന്ന് പറയാൻ പറ്റൂല. ഒന്ന് ചിന്തിക്കണം നിങ്ങളെ. ഭർത്താവിനോട് വഴക്കിട്ടുകൊണ്ട് എത്രയോ ദിവസങ്ങൾ കിടന്നുറങ്ങിയിട്ടില്ലേ ഉമ്മ? അതുപോലെ ഭാര്യയോട് വഴക്കിട്ടിട്ട് തിരിഞ്ഞു കിടന്നില്ലേ? പ്രിയപ്പെട്ടവര് ചിന്തിച്ചു നോക്ക്. മരണം വിളിച്ചു പറയുന്നത് ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ വേർപാടുണ്ടാക്കുന്ന മരണമാണ് ഞാന്. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? ഇന്നലെ വരെ ഭർത്താവിനോട് മിണ്ടാതെ കിടന്നു, നേരം വെളുത്തവിടുന്ന് തട്ടി വിളിക്കുമ്പോ നിങ്ങളുടെ ഭർത്താവ് അനങ്ങുന്നില്ല. ഇല്ല, നിങ്ങളെ പിണങ്ങിക്കിടന്ന സങ്കടം മാറുമോ? പിണങ്ങിക്കിടന്ന സങ്കടം മാറുമോ? പിന്നെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? പാവപ്പെട്ട ഭാര്യ വെച്ച് വിളമ്പിയിട്ട് മുമ്പിൽ കൊണ്ടുവെക്കുമ്പോ അതിനെ വേണ്ടാന്ന് പറഞ്ഞ് പുറകായി കൊണ്ടുവന്ന് ചവിട്ടി തള്ളിയിട്ട് ഭാര്യയോട് പിണങ്ങി കഴിയുമ്പോ എന്നും കട്ടൻ ചായ കൊണ്ടുവരുന്ന ഭാര്യ, ഭക്ഷണം കൊണ്ടുവെക്കുന്ന ഭാര്യ, നേരം കൊടുക്കുമ്പോ കട്ടിലിൽ എഴുന്നേക്കാതെ കിടന്നാൽ അത് സഹിക്കാൻ പറ്റോ? അതുകൊണ്ട് മരണത്തെ പറ്റി ഓർമ്മ വേണം. എന്നാ ഭാര്യയോട് ഭർത്താവ് പിണങ്ങൂല, ഭർത്താവ് ഭാര്യയോട് പിണങ്ങൂല, ഒരാളെയും കുറ്റപ്പെടുത്തൂല, ഒരാളെയും സങ്കടപ്പെടുത്തൂല. അതുകൊണ്ട് ആ ഒരു ഓർമ്മ നമ്മുടെ കൽവിന്റെ ഉള്ളിലൂടെ നമ്മൾ കൊണ്ടുവരണേ ചെറുപ്പക്കാരാ. ഒരേ ഒരൊറ്റ അനുഭവം മാത്രം പറയുകയാണ്, ഒരൊറ്റ അനുഭവം മാത്രമാണ് പറഞ്ഞു പോകുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതുപോലെ കടലിന് വേണ്ടിയിട്ട് കടന്നു പോകുമ്പോ ഇവിടെ ഉള്ള രണ്ട് ചെറുപ്പക്കാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഏതായാലും നിങ്ങൾ വരുന്നുണ്ട്, അത് പറയാതെ പോകല്ലേ. ഇതുപോലെ പോകുമ്പോഴാണ്
വിളിക്കുന്നത്. വരാമോ, എന്റെ വീട്ടിലേക്ക് വരുമോ? ഞങ്ങൾ ആ വീട്ടിലേക്ക് അങ്ങ് ചെല്ലുമ്പോൾ 12 വയസ്സുള്ള 6 വയസ്സുള്ള 6 മാസം പ്രായമുള്ള 3 മക്കളെ എടുത്ത് പിടിച്ചിട്ട് കരയുകയാണ്. മദ്രസയിൽ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ എന്റെ വാപ്പ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പൊന്നുമോനെ പെട്ടെന്നൊന്ന് വീട്ടിലേക്ക് വരാൻ പറ്റുമോ, പെട്ടെന്നൊന്ന് വീട്ടിലേക്ക് വരാമോ? ഞാനെങ്ങനെ വാപ്പയോട് പറഞ്ഞു, വാപ്പാ മദ്രസയിലെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോ വീട്ടിലേക്ക് വരുന്ന രംഗം വല്ലാത്ത രംഗമാണ്. എന്റെ പ്രിയപ്പെട്ടവൾക്ക് 32 വയസ്സേ പ്രായമുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവളെ വെള്ളത്തുണി കൊണ്ട് പുതപ്പിച്ചിട്ടിരിക്കുകയാണ്. എന്റെ ഇവിടെ ഇരിക്കുന്ന പെങ്ങളെ ഇപ്പോഴൊന്നും മരിക്കൂല, അടുത്ത സെക്കൻഡിലൊന്നും പോകൂല, ഇനിയും എനിക്ക് ഒരുപാട് സമയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാതോത്തിരിക്കുന്ന എന്റെ പൊന്നു പെങ്ങളോട് പറയാ, ആ ഒരു സമയം നമ്മൾ കണക്കാക്കല്ലേ. നാളെ എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നറിയില്ല, നാളെ എന്താണ് പ്രവർത്തിക്കുന്നത് എന്നറിയില്ല. അതൊക്കെ അറിയുന്നത് റബ്ബാണ്. അങ്ങനെ എവിടെ നിന്ന് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ വന്നല്ലോ, കാണുന്ന കബറിലേക്ക് ഒന്ന് പോകാം, അതെന്റെ പ്രിയപ്പെട്ടവരുടെ കബറാണ്. ഞങ്ങൾ അങ്ങനെ ആ കബറിന്റെ അരികത്ത് പോയി 12 വയസ്സുള്ള 13 ഖുർആൻ മനപ്പാഠമാക്കിയ മക്കള് ഈ ഒരു സ്റ്റേജിലേക്കൊന്ന് കടന്നു വരുമ്പോ കൽവിന് വലിയ സന്തോഷമായി. അല്ലാഹുവിന്റെ ഖുർആൻ മനപ്പാഠമാക്കിയ 4 മക്കള് നിറഞ്ഞ മനസ്സോടെ നമ്മുടെ സ്റ്റേജിൽ ഇരിക്കുമ്പോ ഈ നാട്ടുകാരായ നിങ്ങൾക്ക് ഒരു അഭിമാനമല്ലേ, അവരുടെ ഉമ്മാക്കും ബാപ്പാക്കും ഒരു അഭിമാനമല്ലേ, അവരുടെ കുടുംബത്തിന് ഒരു അഭിമാനമല്ലേ, നാളത്തേക്കൊരു മുതൽക്കൂട്ടല്ലേ. 13 ഖുർആൻ മനപ്പാഠമാക്കിയ പൊന്നുമോൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഉസ്താദേ എന്റെ ഉമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ പൊന്നുമകനൊന്ന് ഖുർആൻ പഠിച്ച് മനപ്പാഠമാക്കണമെന്ന്. ഇനി ഞാൻ പഠിക്കണോ? ഞാൻ പറഞ്ഞ പൊന്നുമോനെ, നീ ഈ പഠിത്തമങ്ങ് നിർത്തിപ്പോയാൽ ഏറ്റവും സങ്കടപ്പെടുന്ന നിന്റെ ഉമ്മയാ. അവസാനം എനിക്ക് വാക്കു തന്നു. ഞാൻ പറഞ്ഞു, നീ എന്നാണോ സന്നദ്ധ മേടിക്കുന്നത് അന്ന് ഞാൻ അന്നതാ നിന്നോടൊപ്പം വരും, നിന്റെ ഉമ്മയുടെ കബറിന്റെ ചാരത്ത് ഞങ്ങൾ ഒരുമിച്ച് പോകുമെന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തു. ആ പ്രിയപ്പെട്ട പൊന്നുമകൻ എന്നെ വിളിച്ചു. ഉമ്മയും വിളിച്ചപ്പോ ഞാനാടേറ്റ് കൊടുത്ത് വരുന്ന ദിവസം പറഞ്ഞു. അന്ന് ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോ കൽവന്ന് വിടഞ്ഞു പോയി. ഇവിടെ ഇരിക്കുന്ന കുരുന്നു മക്കളെ കണ്ടോ, അല്ലാഹുവേ കറുത്ത കൂട്ടിട്ട് കൊണ്ടിരിക്കുന്ന ഈ പാദപ്പെട്ട കൊച്ചുമക്കളെ കണ്ടോ, ഇതുപോലെ കിട്ടിയിട്ടുള്ള സനതങ്ങൾ കയ്യിലെടുത്തിട്ട് കിട്ടിയ ഡ്രസ്സും ധരിച്ചിട്ട് ആ തലപ്പാകം എടുത്തിട്ട് എന്നോടൊപ്പം കടന്നു വരുന്നുണ്ട്, ബാബയോടൊപ്പം കടന്നു വരുന്നുണ്ട്. ആ കബറിന്റെ ചാരയെത്തിയിട്ട് ഈ പൊന്നുമോ പറഞ്ഞൊരു വാക്കുണ്ട്, ഉസ്താദേ ഞാനൊന്ന് ഓതിക്കോട്ടെ എന്റെ ഉമ്മയുടെ കബറിന്റെ അരികത്ത്. ഞാൻ പറഞ്ഞ പൊന്നുമകൻ ഓതിക്കോ. ആദ്യം ഓതിയത് വാക്യായാണ്, നമ്മളവിടെ നിന്ന് കൊടുത്തു, ഞാൻ കൊടുത്ത വാക്കാണ് വരാമെന്ന്. ആദ്യം വാക്യ ഓതി, രണ്ടാമത്തത് അവിടെ സൂറത്തുൽ ദുഹാ മുതൽ തുടങ്ങിയിട്ട് അവസാനം വരെ ഓതുകയാണ്. ആ പൊന്നുമോന്റെ കണ്ണു നിറയുന്നു. ഞാനെന്നെ ചേർത്ത് പിടിച്ചു. കാരണം നമുക്കുമുണ്ട് 12 വയസ്സുള്ള മകള്, എനിക്കുമുണ്ട് 12 വയസ്സുള്ളൊരു മോൾ, 4 വയസ്സുള്ളൊരു മകള് എനിക്കുണ്ട്. നമുക്ക് ആ പൊന്നുമക്കളുടെ കണ്ണു നിറഞ്ഞാ കാണാൻ പറ്റുമോ? നമ്മുടെ മക്കളുടെ മനസ്സ് പിടഞ്ഞാ കാണാൻ പറ്റുമോ? ആ കുഞ്ഞുമകനെ ചേർത്ത് പിടിച്ചു. അവൻ എന്നോട് ചോദിച്ചു, ഉസ്താദേ എന്റെ ഉമ്മ ഇത് കേട്ടു കാണുമോ? ഞാൻ പറഞ്ഞു, മോനെ ഇന്നിവിടെ കിടക്കുന്ന കബർവാസികൾ മുഴുവനെ കേട്ട് കാണുമല്ലോ. നിന്റെ ഉമ്മയുടെ സന്തോഷവതിയാണ് പൊന്നോനെ, നിന്നെ കൊണ്ട് ഉമ്മാക്കൊരു സന്തോഷം കിട്ടിയല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉമ്മാന്റെ കബറിനടുത്തൊന്ന് മടങ്ങി വരുമ്പോ തിരിഞ്ഞു
നോക്കി തിരിഞ്ഞു നോക്കിയിട്ട് നടന്നു പോയ ആ പൊന്നുമോന്റെ പൂർവ്വം എന്നും അറിയില്ല. ഞാൻ ആ പൊന്നുമകനെ കൊണ്ടുവന്നത് തപസ്സിലാക്കി. അൽഹംദുലില്ലാഹ് ഇന്നവിടെ തഫ്സീർ അവനിക്ക് ആരംഭിച്ചിട്ടുണ്ട്. എപ്പോഴും വിളിക്കാറുണ്ട്. നല്ലൊരു ആലിമാകണം മോനെ എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അല്ലാഹു നല്ല ശബ്ദം കൊടുത്ത മോനാ, നല്ല പ്രസംഗിക്കാനൊക്കെ ഉള്ള കഴിവ് കൊടുത്ത മോനാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുന്നത് 20 വയസ്സും 26 വയസ്സും 30 വയസ്സും 33 വയസ്സൊക്കെ പ്രായമുള്ളപ്പോ ഇപ്പോഴൊന്നും പോകൂല, ഈ സെക്കൻഡിലൊന്നും പിരിയൂല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഏത് സമയത്ത് മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് വിളിച്ചാൽ അവയെ പറ്റുകയുള്ളൂ. അമ്മീലു ഫി ദുനിയാ ത്വബീലം വലാ തദരി ഇദാ ജന്ന ലൈലുൻ നഹർ തഈശു ഇൽ ഫജ്രി വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആശ ദഹറൻ ഇലാദരി. എത്രയോ ആളുകൾക്ക് അല്ലാഹു തആല രോഗങ്ങൾ കൊടുത്തു. കാല് തളർന്നവരുണ്ട്, കൈ തളർന്നവരുണ്ട്, ശരീരം തളർന്നവരുണ്ട്. അവരൊക്കെ ഒരുപോലെ കട്ടിലിൽ കിടക്കുന്നുണ്ട്. പിന്നെയോ ഒരു രോഗങ്ങളില്ലാത്ത, ഒരു സങ്കടങ്ങളില്ലാത്ത, ഒരു വേദനകളില്ലാത്ത എത്രയോ പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ടാണ് മൂന്നാമത് പറയുന്നത്, നിങ്ങൾ മരണത്തെ പറ്റി ഓർത്തോ. നാലാമതായിട്ട് മഹാനുഭാവൻ പറഞ്ഞത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാലാമതായിട്ട് പറഞ്ഞു പോയത് മരണത്തെ പറ്റി ഓർക്കാൻ പറഞ്ഞിട്ട് അല്ലാഹുവിലേക്ക് തൗബ ചെയ്യലാണ്, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കലാണ്. അങ്ങനെ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചുകൊണ്ട് കടന്നു വരണമെന്നാണ്, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണമെന്നാ. അതുകൊണ്ടല്ലേ ഒരു തെറ്റ് ചെയ്യാത്ത, ഒരു കുറ്റം ചെയ്യാത്ത സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പോലെ ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അദ്ലാ, അല്ലാഹുവേ ഞാൻ നിന്റെ ഫിർദൗസിന്റെ അവിടത്തേക്ക് എത്തിച്ചേരാനുള്ള ആളൊന്നുമല്ല റബ്ബേ. വലാ അഖ്വാ അലാ നാരിൽ ജഹീമി, നിന്റെ കത്തിയാളുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തിലേക്ക് പോകുവാനും എനിക്ക് കഴിയില്ല അല്ലാഹ്. അതുകൊണ്ട് റബ്ബേ ഫഖബിനി തൗബതൻ ഖബ്ലൽ മമാതി, മരണത്തിന് മുമ്പ് എനിക്ക് തൗബ ചെയ്യാനുള്ള അവസരം തരണേ അല്ലാഹ്. ഫഇന്നക ഗാഫിറുൽ ദംബിൽ അദീം, പൊറുക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവർ നീയാണ്. അതുകൊണ്ട് പടച്ചവനെ നിനക്ക് തൗബ ചെയ്യാനുള്ള അവസരം തരണേ അല്ലാഹ്. ഈ 4 കാര്യങ്ങള് ഒരു മനുഷ്യന്റെ ജീവിതത്തിലൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു പോയത് അവർക്ക് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റുമെന്ന്. ലോകത്തിന്റെ മണിദീപമേ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കൊണ്ടുവരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും സന്തോഷവും സൗഭാഗ്യവും തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ.